നടത്തുമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ. സുബ്ഹാനല്ലാഹ്, ഇതും ഒരു തിലാവത്താണ്, ഇതും ഒരു പാരായണമാണ്, ഇതും ഒരു ജീവിതമാണ്. റജബിലാണ് നമ്മളുള്ളത്, ശഅബാൻ നമ്മ കാത്തിരിക്കുന്നു. ആയുസ്സുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ മാസം റമളാൻ വരികയാണ്. അല്ലാഹുവേ, വിശുദ്ധ റമളാനിലെ എല്ലാ ഇബാദത്തിനും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണിത്. എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. ദുനിയാവിലും നാളെ സ്വർഗത്തിലും അങ്ങനെ തന്നെ. അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരെ നബി തങ്ങൾ പേരെടുത്തു പറഞ്ഞതിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട് റളിയല്ലാഹു അൻഹുമാ. രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. ഖറജ്തു മഅ ഉമർ, ഞാൻ ഉമർ എന്നവരുടെ കൂടെ രാത്രി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ടെന്റിന്റെ അരികത്തേക്ക് വന്നു. ആ കൂടാരത്തിനുള്ളിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹലുമ്മ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇവിടെ പിഞ്ചു മക്കൾ എന്തിനാ കരയുന്നത്? അവർ യാത്രക്കാരാണ്, അവർക്ക് സഹായം വേണം, അവർക്ക് എന്തെങ്കിലും നമുക്ക് സഹായം എത്തിക്കണം. അവർ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടിലാണ്. ബൈത്തുൽ മാലിലേക്ക് കടന്നു പോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചാക്ക്, ഒരു ബാഗ് നിറയെ ഗോതമ്പ് പൊടി, അല്പം ഉണക്കമുന്തിരി, ഒരൽപ്പം നെയ്യ് ഇതെടുത്തു കൊണ്ടുവന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തോളിൽ വെച്ചുകൊണ്ട് ആ രാത്രി ചുമന്നു വരുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, അഹ്മിലുഹു അൻക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ഞാനത് ചുമന്നേക്കാം, നിങ്ങൾ നടന്നോളൂ, നിങ്ങൾ ഭരണാധികാരിയല്ലേ, അത് ഞാൻ എടുത്തു വെച്ചോളാം എന്റെ തോളിൽ, നിങ്ങൾ വെറുതെ നടന്നാൽ മതി എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അൻത ലാ തഹ്മിലു ഔസാരി യൗമൽ ഖിയാമ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നാളെ എന്റെ പാപങ്ങളുടെ ഭാരം നിങ്ങൾക്ക് നാളെ ഖിയാമത്തിൽ ചുമക്കാൻ കഴിയുമോ? ഒരു രാജ്യം ഭരിക്കുന്ന ആളുകൾ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും അധികാരം ലഭിക്കാൻ വേണ്ടിയുള്ള പോർവിളികളും അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ സമുദായത്തിന്റെ പൊതുമുതൽ ധൂർത്തടിക്കുകയും കൊള്ളടിക്കുകയും ചെയ്ത് മനുഷ്യർക്ക് വേണ്ട ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുത്തുന്ന ആധുനിക അഭിനവ ഭരണാധികാരികൾ ചെവി തുറന്ന് കേൾക്കട്ടെ. ആരായിരുന്നു ലോകം കണ്ട, ലോക ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? മരുഭൂമിയുടെ നിശബ്ദതയിൽ കൂരിരുട്ടിൽ വഴിയറിയാതെ വഴിതെറ്റി വന്ന, തമ്പടിക്കേണ്ടി വന്ന, ഭക്ഷണമില്ലാതെ കരയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അല്ലാഹുവേ, എന്റെ ഭരണാധികാരത്തിന്റെ പരിധിയിലെത്തിയ ഈ മനുഷ്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. ഒരു മഹല്ലത്തിന് ഉത്തരവാദിത്വമുണ്ട്, ഒരു പള്ളിക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മഹല്ലിന് കീഴിലുള്ള പാവപ്പെട്ട ആളുകൾ, അവിടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം. എത്ര പേർ സക്കാത്തിന്റെ അവകാശികളുണ്ട്? മഹല്ല് കമ്മിറ്റിക്ക് അതിന് ലിസ്റ്റ് വേണം. എത്ര ആളുകൾ സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നവരുണ്ട്? ആ വ്യക്തമായ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിലാണ് ഒരു മഹല്ല് സംവിധാനം ഫലവത്താകുന്നുള്ളൂ. മഹല്ല് സംവിധാനങ്ങൾ നമ്മുടെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുകയും പള്ളി നന്നാക്കുകയും മാത്രം ചെയ്തുകൊണ്ട് കഴിഞ്ഞോ? ഇല്ലല്ലോ. ഒരു മഹല്ലിന് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മരുഭൂമിയിൽ അകപ്പെട്ട ഒരു ഉമ്മയുടെ മുമ്പിലേക്ക് ഫാറൂഖ് റളിയല്ലാഹു അൻഹു എത്തിപ്പെടുമ്പോ ആ ഉമ്മ ഉമർ എന്നവരെ പഴിക്കുകയാണ്, എന്തൊക്കെയോ ശപിച്ചു പറയുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന രംഗമാണത്. ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്താണ് ഉമർ എന്നവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ചോദിച്ചത് ഉമർ തങ്ങളാ, പക്ഷെ ആ ഉമ്മാക്കറിയില്ല ചോദിക്കുന്ന ആള് തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന്. എന്താണ് ഉമ്മ നിങ്ങൾക്ക് അഭിപ്രായം? അഭിപ്രായ വോട്ടെടുപ്പ് നടത്തണം. അഭിപ്രായ വോട്ടെടുപ്പ് ഉമർ തങ്ങളാണത് ലോകത്ത് ആരംഭിച്ചത്. മഹാനായ ഫാറൂഖ് എന്നവരത് ചോദിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു, റജഅ സാലിമൻ വഗാനിമാ, ഷാമിൽ പോയിട്ട് കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയായിരുന്നു അത്.
നിർഭയമായിട്ട് പറയാം, ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ആയുസുണ്ടെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ ജുമുഅക്ക് നിസ്കരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഫറൂഖ് റളിയല്ലാഹു അൻഹു കയറി ചെന്ന ഇടം, വാങ്കുലി ബിലാൽ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതൊരിക്കൽ വാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ക്രിസ്ത്യാനികൾ ഉമർ എന്നവരെ ഒരു യുദ്ധമില്ലാതെ ഏൽപ്പിച്ചതിന്റെ ആ നേരത്തായിരുന്നു രണ്ടാമതൊരു വാങ്ക് വിളി. അബ്കാ വബകാ അമീറുൽ മുഅ്മിനീൻ, കരയുകയും കരയിപ്പിക്കുകയും ചെയ്തു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ആ യാത്രയെക്കുറിച്ച് ആ ഉമ്മ പറയുന്നത്, ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഉമർ എന്നവര് വന്നോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത്, ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഉമ്മ പറഞ്ഞു, ലാ ജസാഹുല്ലാഹു അന്നി ഖൈറാ, ഉമറിനൊരു ഗുണവും പിടിക്കാതിരിക്കട്ടെ. അത് ഇഷ്ടമില്ലാത്തപ്പോ പറയുന്ന വാക്കാണ്. ഉമർ എന്നവർ ചോദിച്ചു, അല്ല ഉമ്മ, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? മോനെ, ഉമർ അധികാരത്തിലേറിയത് മുതൽ എനിക്ക് 5 പൈസ ഉമർ എന്നവരുടെ ഭരണത്തിൽ കിട്ടിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നത് എവിടെയാണെന്നറിയുമോ? ജസീറത്തുൽ അറബിന്റെ ഒരറ്റത്ത്, മദീനയിൽ നിന്ന് കിലോമീറ്ററുകൾ ഒരുപാട് ദൂരെ, ഏതോ ഒരു മലഞ്ചെരുവിലെ ഒരു ഉമ്മയുടെ ഒരു പൊളിയാറായ വീട്ടിൽ ഉമർ തങ്ങൾ ചോദിച്ചു, ഉമ്മ വമാ യദ്രി ഉമർ, നിങ്ങൾ ഈ മലയോരത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഇവിടെ താമസിക്കുന്നത് ഉമർ എന്നവർക്ക് എങ്ങനെ അറിയാനാണ് ഉമ്മ? ആ ഉമ്മ ഉമറിനെ നിങ്ങൾ ശപിക്കരുത്, നിങ്ങൾ ഇവിടെ പാർക്കുന്ന ഉമർ എന്നവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. ആ ഉമ്മ നൽകിയൊരു മറുപടിയുണ്ട്, ആ സമുദായത്തിന്റെ അവബോധമാണ് അറിയിക്കുന്നത്. വഅജബാ, അത്ഭുതമേ അത്ഭുതമേ അത്ഭുതമേ, യഹ്കുമുനാ വലാ യദ്രി ബൈന ലാബതൈഹാ, ഞങ്ങളുടെ ഭരണാധികാരി, ഞങ്ങളെ ഭരിക്കുന്ന ആള്, ആ ഭരണാധികാരിയുടെ മശ്രിഖ് മഗ്രിബിനിടയിലുള്ള ആ അധികാരിയുടെ അധികാര പരിധിയിലുള്ള വീടുകള് ഉമറിന് അറിയില്ലെന്നോ? പിന്നെ എന്തിനാ ഉമർ അധികാരം നടത്തുന്നത്? എവിടെയോ കിടക്കുന്ന ഒരു ഉമ്മയുടെ വീട് ആ ഉമർ എന്നവർക്ക് അറിയുമോ ഉമ്മ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് ആ പെണ്ണിന്റെ മറുപടി വന്നത്, ഞങ്ങളെ ഭരിക്കുന്നവർക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയാതിരിക്കുകയോ? പിന്നെ എന്ത് ഭരണാധികാരിയാണിത്? ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഉമർ റളിയല്ലാഹു അൻഹുവിന് പകരം ഉമർ എന്നവരോട് നിങ്ങൾ ഈ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിലെ വേദനയും വെറുപ്പും, ഉമ്മ, അതിനു പകരമായി 25 ദീനാർ സ്വർണ്ണ നാണയം തന്നാൽ നിങ്ങൾ ഉമർ എന്നവർക്ക് പുറത്തു കൊടുക്കുമോ? ഇത് ചോദിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് ആ ഉമ്മാക്കറിയൂല. 25 സ്വർണ്ണ നാണയം, ഗോൾഡ് കോയിൻ 25 എണ്ണം, 25 സ്വർണ്ണ നാണയം 5 വർഷത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആ ഉമ്മാക്ക് ഒന്നും ലഭിക്കാതെ പോയതിന് പകരം തന്നാൽ നിങ്ങൾ പുറത്തു കൊടുക്കുമോ? ഞാൻ പുറത്തു കൊടുക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന് പകരമായിട്ട് ഉമ്മ ഈ 25 സ്വർണ്ണ നാണയം നിങ്ങൾ വാങ്ങിച്ചേക്കുക. ഉമർ എന്നവരോട് നാളെ പരലോകത്ത് വെച്ച് നിങ്ങൾ അല്ലാഹുവിനോട് പരാതി പറയരുത് കേട്ടോ ഉമ്മ. ആ വാക്കങ്ങ് പറഞ്ഞു തീരുമ്പോഴാണ് കടന്നു വരുന്നു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് എന്നവരെ ഉമർ തങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാണ്. ഇബ്നു മസ്ഊദ് എന്നവരെ പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. ഉമ്മങ്ങ് ഞെട്ടിപ്പോയി. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത് ഒരാൾക്ക് മാത്രമാണ്. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾക്ക് അവരാണല്ലോ ഭരണാധികാരി. ഉമ്മ തലയിൽ കൈവച്ചുകൊണ്ടാണ് പറഞ്ഞത്, യാ വൈലതാ, എന്റെ നാശമേ, ശതംതു അമീറുൽ മുഅ്മിനീന ഫീ വജ്ഹിഹി, ഉമർ എന്നവരെ മുഖത്ത് നോക്കി ഞാൻ ശപിച്ചു കളഞ്ഞല്ലോ, ഉമർ എന്നവരെ ഞാൻ ചീത്ത പറഞ്ഞല്ലോ മുഖത്ത് നോക്കിയിട്ട്. ഉമർ എന്നവരായിരുന്നു എന്റെ മുമ്പിലുണ്ടായിരുന്നത് എന്നറിയാതെ ഞാൻ കുറ്റം പറഞ്ഞു പോയല്ലോ. ഉമർ എന്നവരുടെ മറുപടി വരുന്നു, ഉമ്മ പേടിക്കണ്ട, ഉമ്മ പേടിക്കണ്ട, ഭയപ്പെടണ്ട ഉമ്മ, ഭയപ്പെടണ്ട. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ ഉമർ നിങ്ങൾക്കൊന്നും തന്നില്ല എന്ന് എന്റെ റബ്ബിനോട് പരാതി പറയരുതേ. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. മോനെ അബ്ദുല്ലാഹ്,
അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരുടെ മകൻ അവിടെ സാക്ഷിയാണ്. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹ്, ഒരു കടലാസിന്റെ കഷ്ണം കൊണ്ടുവരൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ മാ സാലഹ അലൈഹി ഉമർ. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ഇന്നാലിന്ന ഫുലാന ബിൻത് ഫുലാൻ, ഇന്നാലിന്നവരുടെ മകൾ, ഇന്നാലിന്ന ഉമ്മാക്ക് ഉമർ റളിയല്ലാഹു അൻഹു സെറ്റിൽമെന്റ് നൽകിയതിന്റെ സാക്ഷിത്വമാണിത്. എന്താണ് സാക്ഷിത്വം? ഉമർ എന്നവർ അധികാരം ഏറ്റെടുത്തത് മുതൽ ഒന്നും നൽകാൻ കഴിയാത്തതിന് 25 സ്വർണ്ണ നാണയം ഈ ഉമ്മാക്ക് ഉമർ എന്നവർ നഷ്ടപരിഹാരം നൽകുന്നു. ഒരു കണ്ടീഷനുണ്ട്, ഇനി ഒരിക്കലും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ, അള്ളാഹിന്റെ കോടതിയിൽ വെച്ച് ഒരിക്കലും ഈ വിഷയം പറഞ്ഞ് ഉമർ എന്നവരെ പ്രതിക്കൂട്ടിൽ ചേർക്കാൻ പാടുള്ളതല്ല. ഷഹിദഹാ ഉമറുൻ വബ്നു മസ്ഊദിൻ. ഇതിന് ഉമർ സാക്ഷിയാണ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് സാക്ഷിയാണ്, വഇബ്നി അബ്ദുല്ലാഹ്, എൻ്റെ മകൻ അബ്ദുള്ള സാക്ഷിയാണെന്ന് പറഞ്ഞ് ആ കടലാസിന്റെ കഷ്ണം മോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, ഉമർ ലോകത്തോട് വിട പറയുമ്പോൾ ഈ കടലാസിന്റെ കഷ്ണം, ഈ തോൽ കഷ്ണം മോനെ മറന്നു പോവരുത്. ഉമറിന്റെ ജനാസ കഫംപുടയിലാക്കി കൊണ്ടുപോകുമ്പോൾ ആ കഫംപുടയിൽ ഈ കടലാസിന്റെ കഷ്ണം വെക്കാൻ മറക്കരുതേ. ഇതെന്റെ കൂടെ ഖബറിലേക്ക് വരാനുള്ളതാണ്. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ ഉമർ കുറ്റക്കാരനല്ല എന്ന് ബോധിപ്പിക്കാനുള്ള ഉമറിന്റെ ഹുജ്ജത്താണ് മോനെ, ഉമറിന്റെ തെളിവാണ്. ഇതാണ് ലോകം കണ്ട മറക്കാൻ കഴിയാത്ത ചരിത്രത്തിലെ പുരുഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അധികാരത്തിന് വേണ്ടി മത്സരങ്ങൾ നടക്കാനിരിക്കുന്ന ഈ നേരത്ത്, വടംവലികൾ നടക്കാനിരിക്കുന്ന നേരത്ത്, കൂറുമാറലുകളും കാലുവാരലുകളും നടക്കാൻ പോകുന്ന കാലത്ത്, അധികാരം വെച്ച് അമ്മാനമാടുന്ന നേരത്ത്, അന്ത്യനാളിലേക്ക് വരുമ്പോൾ അധികാരം സങ്കടവും ദുഃഖവുമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചവർ. ആ പിഞ്ചുമക്കളുടെ കരച്ചിൽ കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഗോതമ്പെടുത്തിട്ട് പരിശുദ്ധമായ ആ മുഖത്തേക്ക് തീജ്വാലകൾ ആളിപ്പടർന്ന് ആ മുഖം കരുവാളിച്ച് ഗോതമ്പ് പത്തിരിയാക്കി ചുട്ടെടുത്ത് ആ മക്കളെ തീറ്റിപ്പിക്കുമ്പോ ആ ഉമ്മ പറഞ്ഞു പോയി, വല്ലാഹി ഇന്നക ഖൈറും മിൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബിനെക്കാളും നിങ്ങൾ എത്ര നല്ലവരാണ്. ആ പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടായിരുന്നു. അത് ഉമർ എന്നവർ മറച്ചു വെച്ചവിടെ ഒരിക്കലും പറഞ്ഞില്ല അത് ഞാനാണെന്ന്. ബുകാഉ ത്ഫിലി بكاء الطفل أسهر مفلتيكا ينادي حسرة يشكو إليك سهرت سهرت لجوعه وبكيت خوفا سهرت لجوعه وبكيت خوفا من الديان بل خوفا عليك بكاء الطفل أسهر مفلتيك ينادي حسرة يشكو إليك سهرت لجوعه وبكيت خوفا من الديان بل خوفا عليك അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ ഉമറേ റളിയല്ലാഹു തആല അൻ ആതിക ബിൻതു സൈദ് റളിയല്ലാഹു അൻഹാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആതിക ബിൻതു സൈദ് റളിയല്ലാഹു അൻഹാ അന്നൊരു രാത്രി ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ ചോദിച്ചു, ആതിക ബി പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ലൗ നിംത, നിങ്ങൾക്കൊരൽപ്പം ഉറങ്ങിക്കൂടെ അമീറുൽ മുഅ്മിനീൻ? ഫഇന്നക ലാ തനാമു ഫിൽ ലൈലി വലാ ഫിൻ നഹാർ, രാവിലോ പകലിലോ നിങ്ങൾക്ക് ഉറക്കമില്ലല്ലോ. എന്താണ് അമീറുൽ മുഅ്മിനീനെ, ഒന്ന് ഉറങ്ങിക്കൂടെ? എന്താ നിങ്ങൾ ഉറങ്ങാതെ എഴുന്നേറ്റോടുന്നത്? ഒന്ന് ഉറങ്ങിക്കൂടെ, ഒന്ന് വിശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വന്നു, ആതിക, നിങ്ങൾക്കറിയുമോ
ഞാൻ എങ്ങാനും രാത്രി ഉറങ്ങിയാൽ എൻ്റെ അല്ലാഹുവിന് ഞാൻ ചെയ്യേണ്ട ഇബാദത്ത് ബാക്കിയാകും. അത് ഉമറിന് പകരം ആര് ചെയ്യും? പകല് ഞാൻ കിടന്നുറങ്ങിയാൽ ജനങ്ങൾക്ക് എന്നോട് വന്ന് പരാതി പറയാനുണ്ട്, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ജനങ്ങളുടെ കാര്യം പിന്നെ ആര് നോക്കും? ദീനയാസകലം വലഞ്ഞുപോയ കാലത്ത് ഉമർ റളിയല്ലാഹു തആല ഖുതുബ നിർവഹിക്കാൻ മിമ്പറിലേക്ക് കയറുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പട്ടിണിയിലാണ്. ഉമർ തങ്ങളുടെ വയറിൽ നിന്ന് ഒരു കറകറ ശബ്ദം വരുന്നു. ഖർഖിർ ഔ ലാ തുഖർഖിർ വല്ലാഹി ലാ തശ്ബഉ ഹത്താ യശ്ബഅ അത്ഫാലുൽ മുസ്ലിമീൻ. എത്രയോ ആഴ്ചകൾ ജുമുഅ ഖുതുബ നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ് ഖാലിയായതിന്റെ പേരിൽ ആ വയറിന്റെ ഉള്ളിൽ നിന്ന് കളകള ശബ്ദം വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബയുടെ ഇടയിൽ നിന്നുകൊണ്ട് പറയും, ഖർഖിർ ഔ ലാ തുഖർഖിർ, വയറേ നീ ശബ്ദം ഉണ്ടാക്കിക്കോ, ഉണ്ടാക്കാണ്ടിരുന്നോ, എനിക്ക് കുഴപ്പമില്ല. വല്ലാഹി ലാ തശ്ബഉ ഹത്താ യശ്ബഅ അത്ഫാലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പിഞ്ചു മക്കൾക്ക് വയറ് നിറയുന്നവരെ ഉമറേ നിനക്ക് ഞാൻ ഭക്ഷണം തരില്ല എന്ന് സ്വന്തം ശരീരത്തെ പട്ടിണിക്കിട്ട ഭരണാധികാരി ഉണ്ടെങ്കിൽ അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്തത്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. പിഞ്ചു മക്കൾക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന് റേഷൻ കൊടുക്കാൻ കഴിയാതെ വന്നു. ആമുർ റമാദ എന്ന ആ ക്ഷാമം വന്ന കാലത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പാല് കുടിക്കുന്ന കുട്ടികൾക്ക് റേഷനില്ല എന്നായിരുന്നു നിയമം. കാരണം പാല് കുടിക്കുന്ന മക്കൾക്ക് അമ്മിഞ്ഞ പാല് കിട്ടാനുണ്ടല്ലോ. പാലുകുടി നിർത്തിയ മക്കൾക്കാണ് റേഷനുള്ളത്. അതുകൊണ്ടൊരു ഉമ്മ ധൃതി പിടിച്ച് കുഞ്ഞിന്റെ പാലുകുടി നിർത്തുന്ന കരച്ചിൽ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ റോന്ത് ചുറ്റുന്ന നേരത്ത് നൈറ്റ് പട്രോളിംഗ് ഇന്ന് പോലീസുകാരൊക്കെ തുടങ്ങുന്ന നഗരങ്ങളിൽ, വലിയ വലിയ നഗരങ്ങളിലൊക്കെ കാണാം, ഗൾഫ് രാജ്യങ്ങളിൽ കാണാൻ കഴിയും നൈറ്റ് പട്രോളിംഗ്. രാത്രികളിൽ ചുറ്റി നടക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥകൾ എന്താണെന്ന് അറിയാൻ നിയമപാലകന്മാർ നടത്തുന്ന പട്രോളിംഗ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് അവ്വലു മൻ അസ്സ, ആദ്യമായി നൈറ്റ് പട്രോളിംഗ് തുടങ്ങിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇപ്പൊ നമ്മുടെ നാടുകളിൽ റോഡുകളിലൊക്കെ ഇഷ്ടം പോലെ ചെക്കിംഗ് കാണും. ഇലക്ഷൻ ആയതിന്റെ പേരിൽ ഒരുപാട് ജംഗ്ഷനുകൾ നിർത്തേണ്ടി വരും, വാഹനത്തിന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ചെക്കിംഗ് ഉണ്ട്. രാത്രി കാലങ്ങളിൽ ഈ ചെക്കിംഗ് ആരാ തുടങ്ങിയതെന്നറിയോ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 1400 വർഷങ്ങൾക്ക് മുമ്പ്. മാതൃകയാണത്. മാതൃകയാണ് നൈറ്റ് പട്രോളിംഗ് തുടങ്ങിയ കാലം. അന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ഉമ്മയോട് വന്ന് ഉമർ എന്നവർ ആ ടെന്റിൽ ചെന്നിട്ട് പറയുന്നു, ഉമ്മ അസ്കിതി സുബിയതകി, ഈ പിഞ്ചുമോളിന്റെ കരച്ചിൽ നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ എന്ന് ഉമ്മയോട് പറഞ്ഞു ഉമർ എന്നവർ പോകുന്നു. വീണ്ടും കരച്ചിൽ കേൾക്കുന്നു. ആ ഉമ്മയുടെ അടുത്ത് വീണ്ടും വന്ന് ഉമർ എന്നവർ, എന്താ കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കാത്തത്? വീണ്ടും തിരിച്ചുപോയി. വീണ്ടും കരച്ചിൽ കേൾക്കുന്നു. തിരിച്ചു വരുന്നു. എന്നിട്ട് പറഞ്ഞു, യാ ഉമ്മ അൻതി, തീർച്ചയായും നിങ്ങൾ ഉമ്മു സൂഇൻ, നിങ്ങൾ ഒരു മോശപ്പെട്ട ഉമ്മയാണല്ലോ. കുഞ്ഞിന്റെ കരച്ചിൽ എന്താ നിങ്ങൾക്ക് നിർത്താൻ കഴിയാത്തത്? ആ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ ദൂരെ നിന്ന് വരുന്ന യാത്രക്കാരാണ്, ഞങ്ങൾ മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടതാണ്. ഈ രാത്രി ഞങ്ങൾ ഇവിടെ വിശ്രമിക്കുകയാണ്. എന്റെ കുഞ്ഞിനും എനിക്കും എന്റെ കുടുംബത്തിനും റേഷൻ വാങ്ങണം ഉമർ എന്നവരിൽ നിന്ന്, അമീറുൽ മുഅ്മിനീനിൽ നിന്ന്. ആ ഉമർ എന്നവരാണെങ്കിലോ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് റേഷൻ ഇല്ല എന്നാ പറഞ്ഞത്. എന്റെ കുഞ്ഞിന്റെ പാലുകൂടി ഇന്നത്തേക്ക് ഞാൻ നിർത്താൻ പോവുകയാണ്. നാളെ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കാണുമ്പോഴെങ്കിലും എന്റെ കുഞ്ഞിന്റെ റേഷൻ ഉമർ എന്നവർ നൽകിയാലോ എന്ന് കരുതിയാണെന്ന് പറഞ്ഞ് ആ ഉമ്മ മുലകുടിപ്രായം നിർത്തേണ്ട നേരമാകും മുമ്പേ ഒരു പിഞ്ചു കുഞ്ഞിന്റെ പാലുകൂടി നിർത്തുന്നത് കണ്ടപ്പോഴാണ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിന് ഓടിച്ചെന്നുകൊണ്ട് പറയുന്നത്. സുബ്ഹി നിസ്കാരത്തിൽ മഹാൻ ഓതുകയായിരുന്നു. ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തു സ്വാഫാത്തിലെ 24-ാമത്തെ ആയത്ത് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓതുന്നു, കരയുന്നു. വീണ്ടും അതുതന്നെ ഓതുന്നു, കരയുന്നു. വീണ്ടും അതുതന്നെ ഓതുന്നു, കരയുന്നു. വീണ്ടും അതുതന്നെ ആവർത്തിച്ച് സ്വഹാബികൾ മുഴുവനും കരയാൻ തുടങ്ങി. ആയത്ത് ഇങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖിഫൂഹും ഇന്നഹും
അന്നഹും മസ്ഊലൂൻ. മലക്കുകളെ, മനുഷ്യരോട് മുഴുവനും എഴുന്നേറ്റ് നിൽക്കാൻ പറയണേ. മഹ്ശറായി ഇന്നഹും മസ്ഊലൂൻ. ഓരോരുത്തരോടുമുള്ള ചോദ്യം ആരംഭിക്കാൻ പോവുകയാണ്. ഭൂമി ലോകത്ത് ചെയ്തു വെച്ച കാര്യങ്ങളെ കുറിച്ചുള്ള വിചാരണ ആരംഭിക്കാൻ പോകുന്നു. എല്ലാവരെയും എഴുന്നേറ്റ് നിർത്തണേ എന്ന് അല്ലാഹു മലക്കുകളോട് പറയുന്ന ആജ്ഞയാണത്. വഖിഫൂഹും, മലക്കുകളെ, മനുഷ്യരെ മുഴുവൻ എഴുന്നേൽപ്പിച്ചു നിർത്തൂ. ഇന്നഹും മസ്ഊലൂൻ, അവർ അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോവുകയാണ്. മഹാനായ ഫാറൂഖ് എന്നവർ കരഞ്ഞ് 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 നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളോട് എഴുന്നേറ്റെന്ന് പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ എത്ര പിഞ്ചുമക്കളെ ഉമർ കൊന്നുകളഞ്ഞിട്ടുണ്ടാകും. പാല് കുടിക്കുന്ന മക്കൾക്ക് റേഷനില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്ര ഉമ്മമാർ പിഞ്ചുമക്കൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാതെ നിർത്തിവെച്ചു കാണും. അതുകൊണ്ട് മദീനയിലെ മുഴുവൻ ആളുകളോടും ഞാനൊന്ന് പറയട്ടെ, മദീനയുടെ പരിസരത്തുള്ള മുഴുവൻ ആളുകളോടും നിങ്ങൾ അറിയിക്കണേ, അലാ, അറിയണേ, ഇന്നി അദ്രിബു ലികുല്ലി മൗലൂദിൻ ഫിൽ ഇസ്ലാമി റിസ്ഖാ. ഇസ്ലാമിന്റെ ഭരണാധികാരിയിൽ നിന്ന് റേഷനായിട്ട് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും, പാല് കുടിക്കാൻ തുടങ്ങുന്ന കുഞ്ഞിനടക്കം ജനിച്ചു വീണ 1-ാം ദിവസം മുതൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും റേഷനുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും റേഷനുണ്ട്. ഒരു ഉമ്മയും നേരമാകും മുമ്പ് കുഞ്ഞിന്റെ പാല് കൂടി നിർത്തേണ്ടതില്ല എന്ന് പറഞ്ഞു കൊടുക്കണേ. ഉമർ അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരനാകുമോ? വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അല്ലാഹുവേ, നീ എന്നോട് ചോദിക്കുമോ ഈ പിഞ്ചു മക്കളെ കുറിച്ച്? പടച്ച തമ്പുരാനെ, ഈ മക്കൾക്ക് മുലകുടിപ്രായം കഴിഞ്ഞിട്ടേ റേഷനുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവേ, ഞാൻ നിന്റെ കോടതിയിൽ കുഴങ്ങുമോ? നിന്റെ കോടതിയിൽ ഞാൻ ഉത്തരം മുട്ടുമോ? അല്ലാഹുവേ, നീ എന്നോട് പൊറുക്കണേ. ജനങ്ങളെ ഉമർ എന്നവര് അധികാരത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, നിയമം മാറ്റിയിരിക്കുന്നു. ഇനി എല്ലാ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കും റേഷനുണ്ട് എന്ന് പറഞ്ഞ് റേഷൻ സംവിധാനം, പട്ടിണി അകറ്റാനുള്ള ഭക്ഷണം പൊതുജനങ്ങൾക്ക് മുഴുവൻ ഒരു ഭരണാധികാരി ഇസ്ലാമിന്റെ ഖസാനയിൽ നിന്ന് കൊടുക്കുന്ന പബ്ലിക് റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വാതിലിനുള്ളിലൂടെ നോക്കുമ്പോൾ ഒരു ഒട്ടകത്തിന്റെ പിന്നാലെ ഓടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകത്തിന്റെ പിന്നാലെ ഓടുന്നു. എന്തിനാണ് ആ ഓട്ടം? സകാത്തിന്റെ ഒട്ടകങ്ങളുണ്ട്, സകാത്ത് അല്ലാത്ത ഒട്ടകങ്ങളുണ്ട്. സകാത്തിന്റെ ഒട്ടകങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പെയിന്റ് ചെയ്തിട്ട് അടയാളപ്പെടുത്തും. എന്തിനാണെന്നറിയോ? പാല് കറക്കുന്നവര്, ഒട്ടകത്തിന്റെ പാല് കറക്കുന്നവര് സകാത്തിന്റെ ഒട്ടകത്തെ ശ്രദ്ധിക്കണം. അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. അത് സാധാരണക്കാരെടുക്കാൻ പാടില്ല. അത് സകാത്തിന്റെ അവകാശികൾക്കുള്ളതാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ ഒട്ടകത്തിനെ പെയിന്റ് ചെയ്യുന്ന സമയം അത് ഉമർ എന്നവർ ഒറ്റക്കാണ് ചെയ്യുന്നത്. ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് ചെയ്യുമ്പോൾ ആ ഒട്ടകം വിരണ്ടോടുകയാണ്. ആ ഒട്ടകത്തിന്റെ പിന്നാലെ ഓടുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലോചിച്ചു നോക്കൂ, മദീനയിൽ ഇസ്ലാമിന്റെ ഭരണാധികാരി, 22 രാജ്യങ്ങളുടെ ഭരണാധികാരി, 22 സ്റ്റേറ്റ് അല്ല, 22 ജില്ലയല്ല, 22 പഞ്ചായത്തല്ല, 22 രാജ്യങ്ങൾ, 22 രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ മധുരമുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും അധികാരത്തിലേറുമ്പോൾ എല്ലാം മറന്നുപോവുകയും ചെയ്യുന്ന അധികാരദാഹികളായ ആളുകൾക്ക് കേൾക്കാനുണ്ട്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിക്കാനുണ്ട്. 22 രാജ്യങ്ങളുടെ ഭരണാധികാരിയായ മഹാൻ സകാത്തിന്റെ, ഇസ്ലാമിന്റെ പൊതുമുതൽ അത് അടയാളപ്പെടുത്തുന്നു. നഷ്ടപ്പെടാതിരിക്കാൻ സ്വന്തം കൈകൊണ്ടതിനെ അടയാളപ്പെടുത്തുമ്പോ ആ ഒട്ടകം ഓടുകയാണ്. ഈ കാഴ്ച കാണുന്നു അലി റളിയല്ലാഹു അൻഹു വീടിന്റെ ജനലിലൂടെ നോക്കുമ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിന്റെ പിന്നാലെ ഓടുന്നു. അലി റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ,
അനാക്ഫീകൽ ബഈർ, അനാക്ഫീകൽ ബഈർ. ഉമറേ, ആ ഒട്ടകത്തെ ഞാൻ പിടിച്ചു കൊണ്ടുവരാം. അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ ഓടരുത്, ഞാൻ ഓടിക്കൊള്ളാം, ഞാൻ ചെറുപ്പമാണ് നിങ്ങളെക്കാൾ, ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഈ പ്രായമായ നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? നിങ്ങൾ ഓടല്ല അമീറുൽ മുഅ്മിനീനെ, ഞാൻ വരാം, ഞാൻ വരാം എന്ന് പറഞ്ഞ് വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് അലി റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുമ്പോൾ ഉമർ എന്നവരുടെ മറുപടി, ലൻ തക്ഫിയനി അൻത യൗമൽ ഖിയാമ. അലിയേ, അലിയേ, നാളെ ഖിയാമത്ത് നാളിൽ ഇതിനൊക്കെ പകരം നിൽക്കാൻ നിങ്ങളുണ്ടാകുമോ? എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷി പറയാൻ നിങ്ങളുണ്ടാകുമോ? അള്ളാന്റെ കോടതിയിൽ ഉമറിന് പകരം കയറാൻ നിങ്ങളുണ്ടാകുമോ? ഇല്ലെങ്കിൽ ഈ പണി ഞാൻ തന്നെ ചെയ്യാം. ഇത് എന്നോട് റബ്ബ് ചോദിക്കുന്ന ഉത്തരവാദിത്വമാണ്, ഇത് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണ്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒട്ടകത്തിന്റെ പിന്നാലെ ഓടുകയാണ്. അഫാഉൻ അലാ ദീൻ അലാ ദുനിയൻ رحلت لغيرها فليس لها للصالحين مع الرجو كأنك لما مت ماتت قبائل أأنت امرؤ أم أنت جيش مدجج. ഉമറേ, നിങ്ങളുടെ മരണത്തിലൂടെ ഒരാളല്ല, ഒരു വ്യക്തിയല്ല മരിച്ചത്. മഹാനായ 5-ാം നൂറ്റാണ്ടിലെ മാലിക്കി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ അല്ലാമ ഇബ്നുൽ ഹദ്ദാദ് എന്നവർ പറഞ്ഞ പോലെ, കുഫിനത്ത് സആദത്തുൽ ഇസ്ലാം ഫീ അക്ഫാനി ഉമർ. ഉമറേ, നിങ്ങളുടെ കഫംപുടയിൽ ഇസ്ലാമിന്റെ സന്തോഷമാണ് പൊതിയപ്പെട്ടു കൊണ്ടുപോയത്, ഇസ്ലാമിന്റെ വിജയമാണ് പൊതിയപ്പെട്ടു കൊണ്ടുപോയത്. അഫാഉൻ അലാ ദുനിയ رحلت لغيرها فليس بها للصالحين مع الرجو كأنك لما مت ماتت قبائل أأنت امرؤ أم أنت جيش مدجج. അമീറുൽ മുഅ്മിനീനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. യഖ്തദൗ ബില്ലദീനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമർ. എൻ്റെ കാലശേഷം എൻ്റെ സജ്ജനങ്ങളായ രണ്ട് കൂട്ടുകാരെ നിങ്ങൾ പിന്തുടരണമേ, അത് ഉമറാണ്, അബൂബക്കറാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നിൽക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ. മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ കാപട്യമുണ്ടോ, ശരിയായ വിശ്വാസമുണ്ടോ എന്നറിയാൻ ഉമർ എന്നവർ ചോദ്യം ചോദിക്കുന്നു. ഭരണാധികാരിയെ മുക്തകണ്ഠം എന്തിനും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരെ, എന്തിനും പ്രോത്സാഹനം, എന്തിനും തക്ബീർ മൊഴി, ആ ഒരു സംവിധാനം ഉമർ റളിയല്ലാഹു അൻഹു നോക്കുകയാണ്. ജനങ്ങൾ സത്യം സത്യമായി മനസ്സിലാക്കുന്നുണ്ടോ, തെറ്റ് തെറ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? നേതാവ് ചെയ്യുന്ന തെറ്റാണെങ്കിൽ തെറ്റ് തിരുത്താൻ അനുയായികൾക്ക് അറിയണം, നേതാവിന്റെ നന്മയിൽ കൂടെ നിൽക്കാൻ കഴിയണം. എന്നാൽ നേതാക്കന്മാർ അമ്പിയാക്കന്മാരല്ല, ഭരണാധികാരികൾ അമ്പിയാക്കന്മാരല്ല, മഅസൂമിങ്ങളല്ല, അവർക്ക് തെറ്റുപറ്റാം. ആ തെറ്റുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കലല്ല, തക്ബീർ ചൊല്ലി പ്രോത്സാഹിപ്പിക്കലല്ല എന്ന് 1000 തവണ പരിചയപ്പെടുത്താൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇത് മുഹദ്ദസാണ്, ഇത് മുൽഹമാണ്, അല്ലാഹുവിനാൽ ഇൽമ നൽകപ്പെട്ട സ്വഹാബിയാണ്. വഇയകും മിൻ ഉമ്മതി മുഹദ്ദസൂന വമുഅല്ലമൂൻ. എൻ്റെ ഉമ്മത്തിൽ അല്ലാഹുവിനാൽ ജ്ഞാനം നൽകപ്പെടുന്നവരുണ്ടെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചോദ്യം ജനങ്ങളോട് ചോദിക്കുകയാണ്. ജനങ്ങളെ, ഖുത്ബ നടന്നുകൊണ്ടിരിക്കുമ്പോ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ലൗ റഅയ്തുമൂനി ഇഅ്വജജ്തു അനി ത്വരീഖി ഫമാദാ അൻതും ഫാഇലൂൻ. ജനങ്ങളെ, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അല്ലാഹുവിന്റെ ശരീഅത്തിന് വിരുദ്ധമാണെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിന് വിരുദ്ധമാണെങ്കിൽ, അല്ലാഹുവിന്റെ ശരീഅത്തിൽ അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ, ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്തിനാണെന്നറിയോ? മഹാന്മാർ വിശദീകരിക്കുന്നു. ലിയഅലമൽ മുനാഫിഖ വൽ മുജാമില വൽ മുഅ്മിൻ
വെറുതെ പ്രശംസിക്കുന്നവരെ, എന്തിനും സിന്ദാബാദ് വിളിക്കുന്നവരെ, എന്തിനും അംഗീകരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരെ, മുനാഫിക്കുകളായ ആളുകൾ ആരൊക്കെയാണ്, പച്ചയായ ഈമാനുള്ള മുഅ്മിൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പണിയായിരുന്നു അത്. ഉമർ തങ്ങൾ ചോദിച്ചു, എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അമീറുൽ മുഅ്മിനീനെ സല്യൂട്ട് അടിക്കുമോ? അമീറുൽ മുഅ്മിനീൻ ചെയ്ത് തന്നെയാണ് ശരി, അതാര് തെറ്റാണെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ നേതാവ് തന്നെയാണ് ശരി എന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഫാറൂഖ് തങ്ങളോട് സ്വഹാബത്തിന്റെ മറുപടി വരാനിരിക്കുന്നു. ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. ഇതുപോലെയുള്ള ചിന്തിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉമ്മത്തിന് നൽകിയ മഹാനാണ് ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ മൂലയിൽ നിന്ന് ഒരു കാട്ടറബിയായ അറാബിയായ ഒരു ബദുവായ ഒരു മഹാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു വാളുണ്ട്. ആ വാളങ്ങട്ട് ഊരിയിട്ട് ജുമുഅ നടക്കുന്ന നേരമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ വാളെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ലൗ റഅയ്നാക ഇഅ്വജജ്ത അനിത് ത്വരീഖി ലഖുൽനാ ഹകദാ ബിസ്സുയൂഫ്. ഉമറേ, നിങ്ങളെങ്ങാനും അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ മാർഗത്തിൽ നിന്ന് തെറ്റായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ നേതാവാണെന്നല്ല ഞങ്ങൾ നോക്കുന്നത്. റസൂലുള്ളാഹിന്റെ ചര്യയിൽ നിന്ന് നിങ്ങളെങ്ങാനും പിന്മാറുകയാണെങ്കിൽ ലഖുൽനാ ബിസ്സൈഫി ഹകദാ, നിങ്ങളുടെ തല നിങ്ങളുടെ ബോഡിയിൽ കാണില്ല ഉമറേ, നിങ്ങളുടെ തല ഞാൻ വെട്ടിയെടുക്കും, എന്റെ വാളുകൊണ്ട് മുറിച്ചെടുക്കും ഉമറേ എന്ന് മറുപടി കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്തായിരുന്നു? അത് അതിലും വലിയ അത്ഭുതമാണ്. ഉമർ എന്നോട് പറഞ്ഞു, ഖുദൂഹു ഫഖുല്ലു സുമ്മൽ ജഹീമ സല്ലു, പിടിച്ചോളി, അയാളെ അറസ്റ്റ് ചെയ്യൂ, കൊന്നുകളയൂ. അല്ലല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിഷ്കളങ്കമായ മറുപടി വന്നു, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഹാദിഹിൽ ഉമ്മ ഇദാ ഖാല ഉമർ അനിത് ത്വരീഖി ഹകദാ ലഖാല ബിസ്സൈഫി ഹകദാ. അല്ലാഹുവേ, ഈ ഉമറിന് തെറ്റുപറ്റിയാൽ, ഈ ഉമർ സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റുകയാണെങ്കിൽ ആ ഉമറിന്റെ തലയെടുക്കാൻ, വാളുകൊണ്ടെടുക്കാൻ കഴിയുന്ന ആണത്തമുള്ള ആൺകുട്ടികളെ ഈ ഉമ്മത്തിന് നൽകിയ അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി തമ്പുരാനേ, നിനക്ക് സ്തുതി. അതുകൊണ്ടാണ് ആര് തെറ്റ് ചെയ്താലും ന്യായീകരിക്കാൻ പാടുള്ളതല്ല. അത് തെറ്റിനേക്കാളും വലിയ തെറ്റാണ്. മനുഷ്യർക്ക് തെറ്റുപറ്റാം. സംഘടനാ സംവിധാനങ്ങൾ ഏതാവട്ടെ മനുഷ്യന്മാര് നടത്തുന്നത് മുഴുവൻ ഇതിൽ ഒന്നൊന്നിന് മെച്ചമെന്ന് പറയാൻ കഴിയില്ല. തെറ്റുകൾ സംഭവിക്കുന്നത് തെറ്റായിട്ട് മനസ്സിലാക്കാനും പണ്ഡിതന്മാർക്ക് തിരുത്തി കൊടുക്കാനും കഴിയണം. നമ്മൾ അനാവശ്യമായ ട്രോളുകളോ പരിഹാസങ്ങളോ ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. തെറ്റുകളെ തിരുത്താൻ കഴിയണം. തെറ്റുകൾ തെറ്റാണെന്നും നന്മകൾ നന്മയാണെന്നും പറഞ്ഞു കൊടുക്കാൻ അനുയായികളിൽ ആളുകളില്ലെങ്കിൽ ആ ആൾക്കൂട്ടം കപടവിശ്വാസത്തിന്റെ ആൾക്കൂട്ടമാണെന്നാണ് അതിനർത്ഥം. കപടവിശ്വാസത്തിന്റെ ആൾക്കൂട്ടമാണ് അതിനർത്ഥം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ചോദ്യം ഖുതുബക്കിടയിൽ ചോദിച്ചതിന്റെ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ്. മുനാഫിക്കീങ്ങൾ ആരാ? മുനാഫിക്കീങ്ങളായിരുന്നുവെങ്കിൽ അവർ പറയും, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കും, നിങ്ങൾ ചെയ്തത് ശരിയായിരിക്കും. അങ്ങനെയല്ല ഉമർ പ്രതീക്ഷിച്ചത്. അതല്ല നിങ്ങൾ പറയേണ്ടത്. ശരീഅത്തിന് വിരുദ്ധമായിട്ട് അള്ളാഹുവിന്റെ ദീനിൽ പൊറുപ്പിക്കാത്തത് ആര് ചെയ്താലും തെറ്റാണെന്ന് ഉറക്കെ പറയാനുള്ള ആർജവം കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന മിമ്പറിൽ വെച്ച് അള്ളാഹുവിന് സ്തുതി പറഞ്ഞ മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഓരോ സംഭവവും ആയിരക്കണക്കിന് പാഠങ്ങൾ നൽകിയ മഹാൻ. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത നാമം. ആ നാമം ചരിത്രത്തിന് മറക്കാൻ കഴിയില്ല. ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ
വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, ജനങ്ങൾക്ക് അവരുടെ അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കണം. ജനങ്ങൾക്ക് അവരുടെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളെ, ജനങ്ങളുടെ സമ്പത്ത്, ജനങ്ങളുടെ അഭിമാനം, ജനങ്ങളുടെ സമ്പാദ്യം, ജനങ്ങളുടെ ശരീരം, അവരുടെ കുടുംബം, അവരുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഇതെല്ലാം ഭരണാധികാരികളുടെ തോളിൽ അല്ലാഹു ഏൽപ്പിച്ച അമാനത്തുകളാണ്, സൂക്ഷിപ്പ് സ്വത്തുകളാണ്. നിങ്ങൾക്ക് വിധി പറയേണ്ടി വരുമ്പോൾ, കുറ്റം പറയേണ്ടി വരുമ്പോ, വിധികർത്താക്കളാകേണ്ടി വരുമ്പോ, രണ്ട് കാര്യങ്ങൾ കാണുമ്പോ ആര് ചെയ്തതാണ് ശരി, ആരുടേതാണ് തെറ്റ്, അവിടെ പാർട്ടിയല്ല നോക്കേണ്ടത്, സംഘടനയല്ല നോക്കേണ്ടത്, സത്യം എവിടെയാണ് ആ സത്യത്തിന്റെ കൂടെ നിൽക്കുക. എവിടെയാണോ ധർമ്മമുള്ളത് ധർമ്മത്തിന്റെ കൂടെ നിൽക്കുക. എവിടെയാണ് തെറ്റുള്ളത് ആ തെറ്റിനെ തെറ്റായി കാണാനുള്ള കണ്ണുണ്ടാവുക. ഇതൊരു മുഅ്മിൻ മിനിമം ചെയ്യേണ്ട കാര്യമാണ്. അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ നീതിയോടെ വിധി പറയണം എന്നല്ലാതെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ശരി, വേറുള്ളവർ ചെയ്യുന്നത് മുഴുവൻ തെറ്റ്, അങ്ങനെയല്ല. തെറ്റാര് ചെയ്താലും തെറ്റ് തെറ്റാണ്, നന്മ ആര് ചെയ്താലും നന്മ നന്മയാണ്. അങ്ങനെ നീതിപരമായി കാര്യങ്ങളെ വീക്ഷിക്കാൻ ഈ ഉമ്മത്തിന് എന്ന് സാധിക്കുമോ അന്നാണ് ഈ ഉമ്മത്തിന്റെ മനസ്സുകൾ നന്നാകുന്നത്. നന്മയെ നന്മയായി കാണണം, തിന്മകളെ തിന്മയായിട്ട് കാണുകയും വേണം. ഒരു നന്മയെ തിന്മയായോ തിന്മയെ നന്മയായോ ന്യായീകരിക്കേണ്ടതില്ല. വിശുദ്ധ ദീൻ വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. തെറ്റ് തെറ്റാണെന്നും നന്മ നന്മയാണെന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കെ പിന്നെ എന്തിനാണ് ദീനിൽ നിർബന്ധാവസ്ഥ? എന്തിനാണ് ഈ കറാഹ്? എന്തിനാണ് നിർബന്ധിപ്പിക്കേണ്ടത്? എന്തിനാണ് നിർബന്ധ മതപരിവർത്തനം? ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. നന്മ നന്മയാണ്, തിന്മ തിന്മയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈജിപ്തിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അവിടെ പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഈ ആഴ്ച പോകാനുള്ള അവസരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മദീനത്തു ഫുസ്താസ്, കൈറോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ആ പള്ളി. ഒരുപാട് വിശാലതയുള്ള ഒരു പഴയ പള്ളിയാണ് മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവാണ് ആഫ്രിക്കയിലേക്ക്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക്, ഈജിപ്ത് ആഫ്രിക്കയിലാണല്ലോ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം കൊണ്ടുപോയ ഹബീബിന്റെ സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരു ഒട്ടകസവാരി മത്സരം നടത്തിയപ്പോൾ, ക്യാമൽ റേസുകളെ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടക മത്സരമുണ്ട് അല്ലെ, ഹോഴ്സ് റൈഡിംഗ് റേസുകളുണ്ട്, കുതിരസവാരി മത്സരമുണ്ട് അല്ലെ, മാരത്തോൺ ഓട്ട മത്സരങ്ങളുണ്ട്, പല മത്സരങ്ങളുണ്ട്. ചിലപ്പോ ഭരണാധികാരിയുടെ ഒട്ടകത്തേക്കാൾ ഒരു കർഷകന്റെ ഒട്ടകത്തിന് വേഗത കൂടി എന്ന് വരും അല്ലേ. അങ്ങനെ ഉണ്ടാവൂലേ, എപ്പോഴും ഭരണാധികാരിനെ ജയിക്കണമെന്നില്ലല്ലോ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അംർ ഇബ്നുൽ ആസ് തങ്ങൾ, പ്രിയപ്പെട്ട തങ്ങളുടെ വഫാത്തിന് ശേഷം അവരുടെ മകൻ മുഹമ്മദ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അവരുടെ ഒരു മകനാണ് മുഹമ്മദ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അപ്പോ ഈജിപ്തിന്റെ ഗവർണറുടെ മകൻ, ആ ഗവർണറുടെ മകനും ഒരു സാധാരണക്കാരനായ ഒരു മിസ്രി, ഒരു ഈജിപ്തുകാരൻ. അവരും ഒരു ഓട്ട മത്സരം നടത്തിയപ്പോ മിസ്രിയുടെ ഒട്ടകം ജയിച്ചു. ആരുടേത് തോറ്റു? മുഹമ്മദ് ഇബ്നു അംർ എന്നവരുടെ, അംർ ഇബ്നുൽ ആസ് എന്ന വാപ്പ ഗവർണറുടെ മകന്റെ ഒട്ടകം തോറ്റു. സ്വാഭാവികമായും തോൽക്കുമ്പോൾ ഒരു വിഷമം തോന്നും. ചെറുപ്പക്കാരനാണ്. തോറ്റു കഴിഞ്ഞപ്പോ ആ മിസ്രിയുടെ മുഖത്തൊരു അടി കൊടുത്തു മുഹമ്മദ് ഇബ്നു അംർ എന്നവർ റളിയല്ലാഹു അൻഹു. അവര് താബിഈയാണ്, സ്വഹാബിയല്ല. മുഖത്തൊരടി കൊടുത്തു. അന്ന് പിന്നെ പരാതി പറഞ്ഞാൽ കേൾക്കും. ആ അടി കിട്ടിയ മിസ്രി മദീനയിലേക്ക് വന്നു. ഹജ്ജിന് വന്നപ്പോ ഉമർ തങ്ങളെ തേടി വന്നു. അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ? നിങ്ങളുടെ ഗവർണർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു
അവരുടെ മകൻ മുഹമ്മദ് ഇബ്നു അംർ എന്റെ മുഖത്തടിച്ചിട്ടുണ്ട് എന്ന് കൊണ്ടിട്ട് 5-6 മാസമായി. പക്ഷെ എനിക്ക് അന്ന് നല്ല വേദന ഉണ്ടായിരുന്നു, എനിക്ക് അപമാനവും തോന്നിയിരുന്നു. എന്തേ കാരണം? എന്റെ ഒട്ടകം മൂപ്പരുടെ ഒട്ടകത്തെ ജയിച്ചു, മുന്നോട്ട് പോയി, അതിൽ ദേഷ്യപ്പെട്ടിട്ട് നടിച്ചതാണ്. എനിക്ക് നീതി വേണം. സുബ്ഹാനല്ലാഹ്, ആരോടായി വന്ന് പറയുന്നത്? നീതി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ലോകത്ത് നീതിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ട്? സമാഅ വദഅഹാ വസമാഅ റഫഅഹാ വവദഅൽ മീസാൻ അല്ലാ തത്ഗൂ ഫിൽ മീസാൻ. നിങ്ങൾ ഭൂമിയിലെ നന്മയുടെ നീതിയുടെ തുലാസ് നിങ്ങൾ കേടുവരുത്തരുത്, നീതി ചെയ്യണം. അത് നമ്മുടെ എതിരാളികളാണെങ്കിൽ പോലും അവരോട് നീതി ചെയ്യണമെന്നാണ്. നീതി വേണം ഒരു വിഷയത്തിൽ. സത്യം സത്യമായും ധർമ്മം ധർമ്മമായും കാണാൻ കഴിയണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തെ ഒരു അറാബി മുൻകടന്നൊരു ചരിത്രം ഇതിനോട് ഞാൻ ചേർത്ത് വായിക്കുകയാണ്. മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ പേരാണ് ഖസ്വ എന്ന് പറയുന്നത്. ഖസ്വ ഒട്ടകം. ആ ഒട്ടകം എപ്പോഴും മുമ്പിലാണ്, കാരണം സ്വഹാബികൾ ആരും നബി തങ്ങളെ ഓവർടേക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു ദിവസം ഒരു അറാബി നബി തങ്ങളുടെ ഒട്ടകത്തെ ഓവർടേക്ക് ചെയ്തപ്പോ സ്വഹാബികളുടെ മനസ്സിലൊക്കെ എന്തെന്നില്ലാത്ത വേദന. പാടില്ലായിരുന്നു റസൂലുള്ളാഹിന്റെ ഒട്ടകത്തെ ഓവർടേക്ക് ചെയ്യേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിലതെത്തി. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബികളെ, എന്റെ ഒട്ടകം തോറ്റുപോയതിന് നിങ്ങൾ എന്തിനാണ് പരാതിപ്പെടുന്നത്? അറാബിയുടെ ഒട്ടകം ജയിച്ചതിന് എന്താണ് ഇത്ര പ്രയാസം? ഏതൊരു വസ്തുവിനെയും അള്ളാഹു ഉയർത്തുകയാണെങ്കിൽ അതിനെ താഴ്ത്തുകയും ചെയ്യുമെന്ന് മനസ്സിലായില്ലേ? അള്ളാഹു ഏതൊന്നിന് ഉയർച്ച കൊടുത്താലും അതിനൊരു താഴ്ച കൊടുക്കുന്നുണ്ട്. എന്റെ ഒട്ടകം എപ്പോഴും ജയിക്കുകയാണ്, അതിന് അള്ളാഹു ഒരു തോൽവി കൊടുത്തു, അത് സ്വാഭാവികമല്ലേ? അതിനെന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വലാത്ത് ചൊല്ലിയിരിക്കുക. എന്നിട്ട് നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. ഒരു മണിക്കൂറും പിന്നെ എത്ര സമയം? 9:30 തുടങ്ങിയത്. 1 മണിക്കൂറും 11 മിനിറ്റുമായി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു 3 സ്വലാത്ത് ചൊല്ലി എഴുന്നേൽക്കാൻ പറ്റുന്ന, സ്റ്റേജിന്മേൽ ആരും എഴുന്നേൽക്കേണ്ടതില്ല, ബിസ്മില്ലാ. നമ്മൾ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരും എഴുന്നേൽക്കണ്ട. ഒന്ന് നിങ്ങൾക്കൊരു ഉഷാർ വരാനും ഒരു ഓർക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നിങ്ങൾ ചൊല്ലില്ലേ സ്വലാത്ത്? നമ്മളെ മൈക്ക് ഓപ്പറേറ്റർ വളരെ നല്ല മൈക്കാണ്, നല്ല ഉഷാറാണ്. നിങ്ങൾ ചാടിക്കാൻ മൈക്കോളി വേണമെങ്കിൽ ഒന്നും തൊടണ്ട. പിന്നെ ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കി, നല്ല റാഹത്ത് ഉണ്ടാവും. അവനാണ് റാഹത്ത് വേണ്ടാന്ന് ചിന്തിക്കണ പിഷ്കന്മാരില്ലല്ലോ ആരും. അൽഹംദുലില്ലാഹ്, കൈയൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി, നല്ല റാഹത്ത്. ചെറിയൊരു എക്സസൈസാണ്. ഇപ്പം ആരോ ഒരാളൊരു വീഡിയോ കണ്ടിരുന്ന, ഈ കൈ ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഞരമ്പുകൾ, ബ്ലോക്കുകൾ വരെ തീരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നോക്കണം അല്ലാഹുവിന്റെ സംവിധാനം. ഈ 2 ഷോൾഡറുകൾ ഇളക്കുന്ന ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്യുമ്പോഴേക്കും ഹൃദയത്തിലേക്കുള്ള ആ ഒരു സർക്കുലേഷൻ കൂടുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ ഒരു 2 സ്വലാത്തും കൂടെ നിങ്ങൾ ഉറക്കെ ചൊല്ലൂലേ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എന്തോ ഒച്ച വരുന്നില്ലല്ലോ. 12 ആളൊക്കെ പോകുന്ന ജാഥന്റെ സൗണ്ട് എത്രയാണ് നമ്മുടെ റോട്ടിലൊക്കെ? 12 ആളെ ഉണ്ടാവുള്ളൂ. എന്തോ ഒരു ഒച്ചയാ സിന്ദാബാദിനൊക്കെ. ഒന്ന് തൊണ്ടൊക്കെ നനക്കിട്ടെ. റെഡിയല്ലേ? സ്വലാത്ത് ആര് ചൊല്ലുന്നു ഉളുവാറിൽ നിന്ന്, ഈ പരിശുദ്ധ മജ്ലിസിൽ നിന്ന്, ഇന്ന വാപ്പാന്റെ മക്കള്, ആണുങ്ങളും പെണ്ണുങ്ങളും ഹബീബിന് സ്വലാത്ത് ചൊല്ലി എന്ന അഡ്രസ് അടക്കം ഹബീബിന് കിട്ടുന്നു എന്നാണ് ഈ സ്വലാത്തിന്റെ പ്രത്യേകത. ആര് അവരുടെ പേര് പറഞ്ഞ് നിബിധങ്ങൾ സലാം മടക്കി അയക്കും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. തിരിച്ചിങ്ങനെ പേരടക്കം പറഞ്ഞിട്ട് സ്വലാത്ത് വരുന്നു. സുബ്ഹാനല്ലാഹ്. ആര് ചൊല്ലി, ആരുടെ മക്കളാണ്, ഏതാണ് അവരുടെ ഖബീല, ഏത് നാട്ടുകാരാണ്, മുഴുവൻ ഡീറ്റെയിൽസും അതിന്റെ ഡാറ്റ അല്ലാഹുവിന്റെ റസൂലിന് സമർപ്പിക്കപ്പെടുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കി ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മൾ 10 ആകുമ്പോഴേക്കും പരിപാടി അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. സോറി 11:30, 9:30 തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 3/4 മണിക്കൂറും കൂടെ ഉണ്ട്. തിരക്കിലൊരു പോയിക്കോളിട്ടോ. ഇൻഷാ അല്ലാഹ് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്റ്റോപ്പ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുള്ള കാലം, ഗവർണറുടെ മകൻ ഒരു നാട്ടുകാരൻ അടിച്ച കഥയാണ്, പരാതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടി കിട്ടിയത് എന്തിനാ? അയാൾ ഓവർടേക്ക് ചെയ്തതിന്. നാട്ടിലൊക്കെ ഉണ്ടല്ലോ, വണ്ടികൾ ഓവർടേക്ക് ചെയ്താൽ ചില ബസ്സുകാരൊക്കെ ഓരോ സ്വീപ്പ് ഉണ്ടാക്കുന്ന റോഡുകളിൽ അല്ലേ, കാറുകാരും വിട്ടുകൊടുക്കൂല. ബസ്സിലുള്ളവർ ഞങ്ങൾ 60 ആളില്ല, കാറിൽ 2 ആളല്ലേ ഉള്ള ആൾക്കാർ മാറി തന്നൂടെ എന്ന് പറഞ്ഞ് അങ്ങനെ അച്ചപ്പ കാറിലുള്ള നമ്മളൊക്കെ പിന്നെ മനുഷ്യന്മാരെന്നല്ലേ, നമ്മളും ടാക്സ് കൊടുക്കണില്ലേ, ഇങ്ങനെ വെറുതെ അനാവശ്യമായ എന്തെന്നില്ലാത്ത കശപിശകളും ബുദ്ധിമുട്ടൊക്കെ കാണാൻ കഴിയും അല്ലേ. ആർക്കും അങ്ങനെ ഇഷ്ടമല്ല എന്ന് ഒരാൾ മറ്റൊരാളെ ഓവർടേക്ക് പോകുന്നത് വല്ലാതെ ആർക്കും പിടിക്കൂല. അതിനാണ് ആരും ചെയ്ത് കൊടുക്കാതിരിക്കുന്നത്. നമ്മളെക്കാളും തിരക്കുള്ള വല്ല മംഗലാപുരത്തോ ഹോസ്പിറ്റലിലേക്കോ എയർപോർട്ടിലേക്കോ പോകുന്ന ആൾ ആ വണ്ടിയിൽ ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ മതി. ഓനങ്ങനെ തിരക്കുടിച്ച് പോകണ്ട, എനിക്കിപ്പോൾ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് ഈ വീതിയില്ലാത്ത റോഡിലെ മംഗലാപുരത്തെ ടോള് കഴിയണം ഒരു വീതി കിട്ടണമെങ്കിൽ. ഞങ്ങളിപ്പോൾ മംഗലാപുരത്ത് വരുമ്പോൾ അങ്ങനെ പറയും, റബ്ബേ നമ്മളെ കേരളം എല്ലാം കൊണ്ടും വളരെ നല്ല നാട്, റോഡില്ല എന്ന് മാത്രം. എന്ത് പിന്നെ കാര്യം? ഒരു മുമ്പിലൊരു ഓട്ടോറിക്ഷ ട്രക്കോ പെട്ടാൽ പെട്ടു, പകല് ഓവർടേക്ക് ചെയ്ത് പോരാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ പോരാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിനിടയ്ക്ക് ഈ മനസ്സും കൂടുള്ള ആൾക്കാരാണെങ്കിൽ പറയാനുണ്ടോ? ആരും ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് ചില ഓട്ടോറിക്ഷക്കാരും ബൈക്കുകാരും കാറുകാരും ബസ്സുകാരും ഒക്കെ ട്രക്കുകാരും എല്ലാവരും നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, പരസ്പരം സഹകരിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ അതിന് അർഹിക്കുന്ന വിധത്തിൽ നടത്താൻ കഴിയുള്ളൂ. എല്ലാവരും സഹകരിക്കുക. ഓരോ വഴിക്കും അതിൻ്റെതായ അവകാശങ്ങളുണ്ട്, അത് നിങ്ങൾ നൽകണേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴികൾക്ക്, റോഡുകൾക്ക് ചില അവകാശങ്ങളുണ്ട്, അത് നിങ്ങൾ നൽകണം എന്നാണ് അതിനർത്ഥം. എന്ന് നബി തങ്ങളോട് ചോദിച്ച് നബി തങ്ങൾ അതിന് വളരെ മനോഹരമായൊരു വ്യാഖ്യാനം നൽകുന്നുമുണ്ട്. ഇരിക്കട്ടെ. കൂട്ടത്തിൽ പാട്ടപ്പിരിവൊന്നുമില്ലേ? ആൾക്കാർക്ക് സ്വതക്ക ചെയ്യാനൊക്കെ പൂതി ഉണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ സ്വതക്ക കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാത്തൊരു അല്ലേ, എന്താണ് കാദർശ, ഒന്നും വേണ്ടേ? കുഴപ്പമില്ല. മോണിച്ച എന്താണ്, ഒരു ബക്കറ്റ് ഒന്നും ഇല്ലേ? ഒരു സ്വതക്ക ആർക്കെങ്കിലൊക്കെ സ്വതക്ക ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകും. കാദർശാനെ മോണിച്ചാന്നല്ല വിളിക്കല്ലേ? അപ്പൊ ഞാൻ ഇനി മുതൽ മോണിച്ചാന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരിമാരൊക്കെ വല്ല നിയ്യത്തും ഒക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക. എനിക്കൊരു സ്വതക്ക ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ബക്കറ്റ് ഒന്നല്ലേ തരാൻ പറ്റുള്ളൂ. അപ്പൊ 1 മണിക്കൂർ കഴിയുമ്പോൾ വരണം. വളണ്ടിയർമാരൊക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് വരി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ദാനധർമ്മങ്ങൾ, ദുആക്ക് ഉത്തരമുണ്ട്. ദുആക്ക് ഉത്തരം ഉണ്ടാവും സ്വതക്ക ചെയ്താൽ. അല്ലാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ദാനധർമ്മങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള പ്രായശ്ചിത്തമാണ്. അല്ലാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഉമർ റളിയല്ലാഹു അൻഹു 2 ആളുകളെയും വിളിപ്പിച്ചു ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക്. നോക്കണം, ഫ്ലൈറ്റുകാരി വരാനൊന്നും പറ്റില്ല. 45 ദിവസം എടുക്കുന്ന യാത്രയാണ്. ഈജിപ്തിൽ നിന്ന്, ഖൈറോവിൽ നിന്ന് മദീനയിലേക്ക് വരണം. ഉമർ എന്നവർ വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തിനായി വിളിയെന്നറിയോ? ആ അടിച്ചതിന് പകരം കൊടുക്കാൻ. ശുദ്ധ ഖുർആൻ ഓതുകയാണ്. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്. ദാവൂദ് നബിയെ, അങ്ങ് ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടവരാണ്. അങ്ങ് രാജാവാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം. ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഹഖായ കാര്യങ്ങൾ സത്യസന്ധമായി വിധി പറയേണ്ട ആളാണ്.
എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി പറയുന്ന ഭാഗമാണ് അതിലേറെ അത്ഭുതം. വലാ തത്തബിഇൽ ഹവാ ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله الله سبحانه وتعالى ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറയാണ്, ദാവൂദ് നബിയേ, നിങ്ങൾ നീതി കൊണ്ട് നീതിയോടുകൂടെ വിധി പറയുകയില്ല എങ്കിൽ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ വഴിതെറ്റിപ്പോകും. അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും നിങ്ങൾക്കുണ്ടാകും. ഈ അധികാരം അള്ളാഹു നിങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങുമെന്ന് രാജാവും നബിയുമായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഉമർ റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും മഹാനായ അംർ എന്നവരുടെ മകൻ മുഹമ്മദ് ഇബ്നു അംർ തങ്ങളെയും വിളിച്ചു. ഒരു ചോദ്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു വാപ്പയെയും മകനെയും ചാട്ടവാറ് കൊണ്ടടിക്കാൻ തുടങ്ങി. ചാട്ടവാറ് കൊണ്ടടി തുടങ്ങി. ആ ചാട്ടവാറ് കൊണ്ട് അടി കിട്ടിയാൽ പിശാച്, തലയിലുള്ള ശൈത്താനുകൾ ഇറങ്ങി ഓടുന്ന ദിറയാണത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റമൂലി മരുന്നാണത്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനും മകനും അടി കിട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. എന്നിട്ട് ഉമർ എന്നവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മതസ്തഅബത്തുമുൻ നാസ് വഖദ് വലദതുഹും ഉമ്മഹാതുഹും അഹ്റാറാ. നിങ്ങൾ എന്നാണ് ജനങ്ങളെ അടിമകളാക്കി വെച്ചത്? ജനങ്ങളെ അവരുടെ ഉമ്മമാര് പ്രസവിച്ചത് സ്വതന്ത്രരായിട്ടാണല്ലോ. നിങ്ങൾ എന്നാണ് അവരൊക്കെ അടിമകളാക്കിയത്? ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടെയാണ്. മകൻ മുഹമ്മദേ, നിങ്ങൾ ജനങ്ങളെ അടിമകളാക്കുകയാണോ? നിങ്ങളുടെ ഒട്ടകം തോറ്റു എന്ന് വിചാരിച്ചിട്ട് ജനങ്ങളുടെ മുഖത്തടിക്കുകയോ? അവരാരാ നിങ്ങൾക്ക് അടിമകളോ? നിങ്ങൾ ജനങ്ങൾ അടിമകളാക്കിയോ? അവരുടെ ഉമ്മമാരവരെ പ്രസവിച്ചത് സ്വാതന്ത്ര്യത്തോടുകൂടെയാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അവർ സ്വതന്ത്രരായി ജനിച്ചവരാണ്. എന്നാണ് നിങ്ങളൊക്കെ അവരെ അടിമകളാക്കിയത് എന്ന് ചോദിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെയും മകൻ മുഹമ്മദ് ഇബ്നു അംർ എന്നവരെയും അടിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. يا من يرى عمرا تكسوه بردته والزيت أدم له والكوخ مأواه ويهتز كسرى على كرسيه فرقا من خوفه وملوك الروم يخشاه. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഭീതിയും പേടിയും ബഹുമാനവും ആദരവും കരസ്ഥമാക്കിയത് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചപ്പോൾ അല്ലാഹു നൽകുന്ന സൗഭാഗ്യമായിരുന്നുവത്. ഇറാനിന്റെ നേതാവ്, ഇറാനിന്റെ ഭരണാധികാരി മദീനയിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു, തന്റെ പ്രതിനിധിയെ ഹുർമുസാൻ. ലോകം പേര് കേട്ടാൽ വിറക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോയി ഒരു ഇന്റർവ്യൂ ചെയ്യാൻ, ഉമർ എന്നവരെ ഒന്ന് പരിചയപ്പെടാൻ മദീനയിലേക്ക് വരികയാണ് ഇറാനിന്റെ പ്രതിനിധി. സ്വർണ്ണ കിരീടം ധരിച്ച് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്ത വളരെ മനോഹരമായ കോട്ട് ധരിച്ചുകൊണ്ടാണ് വന്നത് ഹുർമുസാൻ. അന്നത്തെ ഐഫോണൊക്കെ അതത്രയല്ലേ ഉള്ളൂ. അന്ന് മൊബൈൽ ഫോൺ കൊണ്ട് ഞെളിയാനൊന്നും വയ്യല്ലോ. അന്ന് കുപ്പായും തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അന്ന് ഉഷാറാക്കുക. അപ്പൊ തൊപ്പിയിൽ സ്വർണത്തിന്റെ നൂലുകൾ, ഷർട്ടിൽ സ്വർണത്തിന്റെ നൂലുകൾ. മദീനക്കാരൊക്കെ അന്തം വിട്ട് പടച്ചോനെ, ആരാ ഇയാൾ? മദീനയിൽ ഇങ്ങനെ വന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി, ഉരീദു ഖസ്റൽ ഖലീഫ, ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ എന്നവരുടെ കൊട്ടാരം എനിക്കറിയണം. കാണാൻ വന്നതാ. ആര് പറഞ്ഞു? ഞങ്ങളുടെ അമീറിന് കൊട്ടാരമില്ല. കൊട്ടാരല്ലേ? കൂഹുൻ, ഒരു കൂരയാണ്, മണ്ണുകൊണ്ട്. അതിന്റെ പെയിന്റ് പോലും മണ്ണാണ്. മണ്ണുകൊണ്ട് കൈകൊണ്ട് ഉരസിയെടുക്കുന്ന മണ്ണിന്റെ ഒരു കൂടാരം. 22 രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ഇതൊക്കെ ചരിത്രത്തിൽ ആവർത്തിക്കണമെങ്കിൽ ഉമർ എന്നവരെ പോലെ ഒരാൾ പുനർജനിക്കൽ സാധ്യമാണോ നമ്മൾ ആലോചിച്ചു നോക്കൂ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം ചോദിച്ചു വന്ന ആളിന് ഹുർമുസാനിന് മദീനക്കാർ കാണിച്ചു കൊടുത്തു ഒരു ചെറിയ കൂടാരം. അവിടെ ചെന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിഞ്ചുമക്കള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ അമീറുൽ മുഅ്മിനീനെ കാണാൻ വന്നതാണ്. എവിടുന്നാ? ഇറാനിൽ നിന്നാണ്. പേര് ഹുർമുസാൻ. കുട്ടികളൊക്കെ നോക്കി, എന്തോ ഒരു ലംഘുന്ന കുപ്പായം അല്ലേ, മാഷാ അല്ലാഹ്. കുട്ടികളൊക്കെ അത്ഭുതപ്പെട്ടു. ഇറാനിന്ന് വരെ അവര് വിചാരിച്ചു ഇത് രാജാവാണെന്ന്. രാജാവ് ഒരു പ്രതിനിധിയെ പറഞ്ഞയച്ചതാണ്. വാപ്പ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ലേ? പിന്നെ എവിടെയാ കാണുക? നിങ്ങൾ മസ്ജിദിലേക്ക് ചെന്ന് നോക്കണം. വാപ്പ വീട്ടിലില്ലെങ്കിൽ പിന്നെ പള്ളിയിൽ കാണും. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വാപ്പ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ കള്ളുഷാപ്പിൽ കിട്ടുന്ന വാപ്പ രണ്ട് വീട്ടിലില്ലെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ പിന്നെ വല്ല ക്ലബിലും, അല്ലെങ്കിൽ വല്ല പീടിക കൊലായിലും പാലത്തിന്റെ ഊപാലങ്ങളിലും ഷെഡുകളിലും അങ്ങനെയൊന്നുമല്ല. വാപ്പ വീട്ടിലില്ലേ, പള്ളിയിൽ കാണും. നോക്കൂ, അതെന്തൊരു സംസ്കാരമാണ്. മാഷാ അല്ലാഹ്. വാപ്പ പള്ളിയിൽ ഉണ്ടാകും, പള്ളിയിൽ കാണും. മദീനക്കാർ ഒരുപാട് ആള് ഈ ഹുർമുസാനിന്റെ അലങ്കാരം കണ്ട് കൂടെയുണ്ട്. എല്ലാരും ചെന്നു പള്ളിയിലേക്ക്. നിസ്കാരം നടക്കുന്ന സമയമല്ല, രാവിലെ നേരമാണ്. ചെന്ന് നോക്കുമ്പോൾ ഉമർ എന്നവർ അവിടെ ഇല്ല. പള്ളിയിലുള്ള 1-2 ആളുകൾ ഇവിടെ വന്നിട്ടില്ലല്ലോ, വേറെ തപ്പി നോക്കി എന്ന് പറഞ്ഞു. ദീർഘയാത്ര ഒന്നും പോയിട്ടില്ല എന്നറിയാം. മദീനയിൽ എല്ലാവരും ഓടി മഹാനായ ഉമർ എന്നവരെ കാണാനില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഹുർമുസാൻ കാണുന്നത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഈത്തപ്പന ഓലകൾ മടക്കി വെച്ച് തലയണയാക്കി പച്ചമണ്ണിൽ കിടന്നുറങ്ങുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. യാ മൻ യറാ ഉമറ തക്സൂഹു ബുർദതുഹു والزيت أدم له والكوخ مأواه يهتز كسرى على كرسيه فرقا من خوفه وملوك الروم تخشاه. 24ഓളം തുന്നുകളുള്ള കുപ്പായമിട്ട് കടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാനുള്ള റൊട്ടിയിലേക്ക് കറിയായിട്ടൊരു എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. വൽകൂഹു മഅവാഹു, കിടന്നുറങ്ങാനുള്ള കൊട്ടാരമാണെങ്കിലോ ഒരു കൊച്ചു കൂരയാണ്. യഹ്തസ്സു കിസ്റാ അലാ കുർസിഹി ഫറഖാ. ഉമർ എന്നവരെ കേട്ടാൽ പേടികൊണ്ട് ഇറാനിന്റെ ഖുസ്റു രാജാവ് പേടിച്ച് വിറക്കും. മിൻ ഖൗഫിഹി വമുലൂ റോമൻ സാമ്രാജ്യത്തിന്റെ സീസറുമാർ ഉമർ എന്ന് കേൾക്കുമ്പോൾ പേടിച്ചു വിറക്കും. ആ ഉമർ എന്നവരാണെങ്കിലോ കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ഒരു മരത്തിന്റെ ചുവട്ടിലതാ, പാറാവുകാരില്ലാതെ, അംഗരക്ഷകരില്ലാതെ, സഹകാരികളില്ലാതെ, സഹായികളില്ലാതെ ഒറ്റക്കങ്ങനെ കിടന്നുറങ്ങുന്നു. ഇതാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് മുഅ്മിനീങ്ങൾ മദീനക്കാർ കാണിച്ചു കൊടുത്തപ്പോ ഹുർമുസാൻ അത്ഭുത പരതന്ത്രനായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ഹക്കംത ഫഅദൽത ഫഅമിൻത ഫനിംത. ഹക്കംത ഫഅദൽത ഫനിംത ഫഅമിൻത ഫനിംത. ഉമറേ, നിങ്ങൾ ഭരണാധികാരിയായി വരികയും ഫഅദൽത, നിങ്ങൾ നീതിയോടുകൂടെ ഭരണം നടത്തുകയും ചെയ്തപ്പോ, ഫഅമിൻത, അന്നേരം നിങ്ങൾ സുരക്ഷിതനായി, എല്ലാവർക്കും നീതിയാണ്, പിന്നെ ശത്രുക്കളില്ല. ഫനിംത, അതുകൊണ്ട് നിങ്ങൾക്ക് മനോഹരമായി ഉറങ്ങാൻ കഴിഞ്ഞുവല്ലോ. ആധുനികരായ കവികളിൽ എണ്ണപ്പെടുന്ന ഹാഫിദ് ഇബ്രാഹിം എന്നവര് ഉമർ തങ്ങളുടെ കഥ മനോഹരമായി 2-3 വരികളിൽ പറയുന്നുണ്ട്. وراء صاحب كسرى أن رأى عمرا بين الرعية عتلا وهو راعيها رآه مستغرقا في نومه فرأى فيه الجلالة في أسمى معانيها
فوق الثرى تحت ظل الدوح مشتملا ببردة كاد طول العهد يبليها فقال قولة حق أصبحت مثلا وأصبح الجيل بعد الجيل يرويها أمنت لما أقمت العدل بينهم فنمت نوم قرير العين هانيها പൊട്ടിപ്പൊളിഞ്ഞ വസ്ത്രമിട്ട് ചെരുപ്പില്ലാതെ പടയാളികളില്ലാതെ പാറാവുകാരില്ലാതെ അംഗരക്ഷകരില്ലാതെ ആ വൃക്ഷത്തിന്റെ താഴെ കിടക്കുമ്പോഴും അമീറുൽ മുഅ്മിനീനെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കിസ്റ രാജാക്കന്മാർക്ക് പേടിയാണ്. അമിൻത ലമ്മാ അഖംതൽ അദ്ല ബൈനഹും ഫനിംത നൗമ ഖരീറൽ ഐനി ഹാനിഹാ. നീതിയോടുകൂടെയുള്ള ഭരണം നടത്തിയപ്പോ നിങ്ങൾക്ക് എവിടെയും ചെന്ന് പേടിക്കാതെ ഉറങ്ങാൻ പറ്റി. നിങ്ങൾക്ക് അംഗരക്ഷകരെ വേണ്ടി വന്നില്ല. നിങ്ങൾ നീതി നടപ്പാക്കിയത് കൊണ്ടുണ്ടായ അനുഭവം ഇതാണെന്ന് പറഞ്ഞ് ഹുർമുസാനിന്റെ നാവിലൂടെ ലോക ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത വാക്കല്ലാഹു പറയിപ്പിച്ചു. ഹക്കംത ഫഅദൽത ഫഅമിൻത വനിംത. ഭരണം കൈയാളിയപ്പോ, നീതി നടപ്പാക്കിയപ്പോൾ സുരക്ഷിതത്വമുണ്ടായി, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റി. ഇസ്ലാമിക രാജ്യങ്ങളുടെ 12 രാജ്യങ്ങളുടെ രാജാവ് ഖലീഫയാണ്. മദീനയുടെ ഒരു മുൾച്ചെടിയുടെ തണലിൽ കൈമടക്കി വെച്ച് ഈത്തപ്പനയോലകൾ ചേർത്ത് വെച്ച് കിടക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. തിൽകൽ മകാരിമു ലാ ഖുർബാനു മിൻ ലബനിൻ وهكذا السيف لا سيف ابن ذي يزن وهكذا يفعل الأبطال إن غضبوا وهكذا يعصف التوحيد بالوثن. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ ഉമ്മത്തിന് അനൽപമായ മാതൃക കൈമാറുകയാണ്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിറകിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം ഉമർ എന്നവർ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആ വീട്ടിലേക്ക് ഞാൻ ചെന്നു നോക്കുമ്പോൾ ഫവജത്തു അജൂസൻ അംയാ, കണ്ണു കാണാത്തൊരു ഉമ്മയാണ് ആ വീട്ടിലുള്ളത്. അല്ലാമ ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള ആളുകളൊക്കെ ഇത് 2 സംഭവമായിട്ട് പറയാറുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം. എന്നാൽ അതുപോലത്തെ ഒരു അനുഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായിട്ടുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് ചെന്ന് ചോദിച്ചു, ഉമ്മ, ആരാണ് ഇവിടെ വന്നത് എന്നറിയുമോ? ഇല്ല മോനെ. ഇവരെന്താണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? ഞാൻ കണ്ണു കാണാത്തൊരു വൃദ്ധയായ ഉമ്മയല്ലേ. എൻ്റെ വീട് അടിച്ചുമാരി തരികയും രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കുള്ള ഭക്ഷണം, ഇത് രണ്ടും എനിക്കുണ്ടാക്കി തന്ന് എൻ്റെ ആടിനെ പാല് കറന്ന് വീട് വൃത്തിയാക്കി പോകുന്നു ഇയാൾ. അയാൾ ആരാണെന്നറിയുമോ? ഇല്ല, എനിക്കറിയില്ല. എത്ര കാലമായി? ഒരുപാട് വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ നാടുകളിൽ പാവപ്പെട്ടവരുടെ ലിസ്റ്റ് നമുക്ക് വേണമെന്ന് പറയാൻ കാരണം അതാണ്. മഹല്ലിന്റെ കീഴിൽ വേണം. നമ്മുടെ മഹല്ലത്തിൽ വിദ്യാർത്ഥികൾ എത്ര പേര് SSLC കഴിഞ്ഞു, എത്ര പേര് +2 കഴിഞ്ഞു, എത്ര പേര് ഡിഗ്രിക്ക് പഠിക്കുന്നു, എത്ര പേര് PGക്ക് പോകുന്നു, എത്ര പേര് ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പഠിക്കുന്നു, എത്ര പേര് സയൻസ് എടുത്ത് പഠിക്കുന്നു. ഈ ഒരു കണക്ക് നമ്മുടെ മസ്ജിദിന്റെ ഇമാമുമാരുടെ കൈകളിൽ ഉണ്ടാവുകയും നമ്മുടെ മക്കൾക്ക് അവരുടെ പഠനങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രക്ക് ഗൈഡൻസ് കൊടുക്കാൻ കഴിയുന്ന വിധം നമ്മുടെ മഹല്ലുകളൊക്കെ വളർന്നു വരികയും ചെയ്താൽ എത്ര മനോഹരമായിരിക്കും. നല്ല കരിയർ ഗൈഡൻസ്, ആവശ്യമായ നിർദ്ദേശങ്ങള്. നമ്മുടെ നാടുകളിൽ ഒളിച്ചോട്ടങ്ങളും അതുപോലെയുള്ള അപകടങ്ങളും സംഭവിക്കാൻ ഒരു പരിധിവരെ തടയിടാൻ, എവിടെയാണ് പ്രശ്നങ്ങളെന്ന് കണ്ടെത്തിയതിനെ ഇടപെടാൻ നമ്മുടെ മഹല്ലുകൾക്ക് സാധിക്കുമില്ലേ? ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മാതൃകയിലൂടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുകയാണ്.
വട്ടി പലിശക്ക് കുടുങ്ങിയ ആളുകൾക്ക് പലിശരഹിത വായ്പാ പദ്ധതികൾ മഹല്ലുകൾക്ക് തുടങ്ങാൻ വല്ല പ്രയാസവുമുണ്ടോ? പാവപ്പെട്ട ആളുകൾ 10,000 വേണം, ഒരു 5,000 വേണം. ഒരു കുട്ടിയുടെ കല്യാണത്തിന്റെ ആവശ്യം, ഒരു സദ്യയുടെ ആവശ്യം ഒരു 15,000 വേണം. നമ്മുടെ മഹല്ലിന്റെ കീഴിൽ പലിശരഹിത വായ്പാ പദ്ധതികൾ എല്ലാ മഹല്ലുകളും തുടങ്ങിയാൽ ഒരു പരിധിവരെ പലിശക്ക് പണയത്തിനെടുക്കുന്ന ആ സംവിധാനങ്ങളിൽ നിന്ന് ഹലാലിലേക്കൊരു മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയില്ലേ? ഇതൊക്കെ മഹല്ലുകളുടെ ദൗത്യങ്ങളിൽ നമ്മൾ ആലോചിക്കണം. മഹല്ല് സംവിധാനങ്ങൾ ഇതിനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് വളർന്നു വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നന്മകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് തുടരട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയുടെ വീട്ടിൽ ചെല്ലുന്ന ഒരു നിരാലംബയായ വിധവയായ ഉമ്മ. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, കാസർഗോഡ് ജില്ല ഒരുപാട് ദീനിന്റെ ദഅവത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജില്ലയാണ്. ആത്മീകമായി ഈ വിഷയം തന്നെയാണ് വലുത്, ഒരു സംശയവുമില്ല. കൂട്ടത്തിൽ ഡയാലിസിസ് സെന്ററുകൾ, ആതുര ശുശ്രൂഷ മേഖലകൾ, പാലിയേറ്റീവ് കെയർ എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയിൽ വളരെ കുറവായിരിക്കും. എത്രയോ CH സെന്ററുകളും തണൽ സംവിധാനങ്ങളും കിഡ്നി പേഷ്യന്റുകൾക്ക് അതിൽ ഉസ്താദുമാരുണ്ട്, മുഅല്ലിമീങ്ങളുണ്ട്, പാവപ്പെട്ടവരുണ്ട്. ഒരു മാസത്തിൽ 20,000 വരെ ആഴ്ചയിൽ ഒരു മാസത്തിൽ ചെലവ് വരുന്ന രോഗികളുണ്ട്. രോഗം പ്രതിരോധിക്കണം, പക്ഷെ വന്ന രോഗികൾക്ക് ചികിത്സിക്കണ്ടേ? എനിക്ക് തോന്നുന്നു ആ ഒരു സേവന രംഗത്തേക്ക് കൂടെ നമ്മുടെ ജില്ലയിലെ ചെറുപ്പക്കാർ, നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ മഹല്ലുകൾ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ബാക്കി വിഷയങ്ങളൊക്കെ മാഷാ അല്ലാഹ്. പക്ഷെ ഈ ഒരു രോഗികളെ പരിചരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ വ്യക്തികളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ കൂട്ടമായ ഒരു കിഡ്നി പേഷ്യന്റ് വന്നാൽ എവിടെ പോകും? നമുക്ക് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ മെഡിക്കൽ കോളേജുകളും മറ്റു ആതുര സേവന സ്ഥാപനങ്ങളെയും ബന്ധപ്പെടുത്തി ഒരുപാട് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കാസർഗോഡ് ജില്ലയിൽ കൂടി നമ്മൾ അതിന്റെ സംവിധാനങ്ങളെ കുറിച്ച് സജീവമായിട്ടൊന്ന് ആലോചിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്താണ്. ഈ പരിപാടി ലൈവ് എയർ ചെയ്യപ്പെടുന്നുണ്ട്. ആരെങ്കിലും എവിടെയെന്നെങ്കിലും കേട്ട് ഏതെങ്കിലും ഒരു കൂട്ടായ്മയ്ക്ക് ഞങ്ങൾക്കത് തുടങ്ങാം, ഒരു ഡയാലിസിസ് സെന്റർ, ഒരു 5 പേഷ്യന്റിനെയെങ്കിലും ഒരു 10 പേരെ ഒക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ നമുക്ക് ആരിക്കാടിയിലോ കുമ്പളയിലോ നമുക്ക് കുമ്പോലിലോ അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡിലോ നമ്മുടെ തൊട്ടിപ്പുറത്തോ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് രോഗികളുണ്ട് മുഅ്മിനെ, ഒരുപാട് രോഗികളുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ കാരണമാണ്. വലിയ വിപത്തുകൾ അള്ളാഹു തട്ടി നീക്കി തരും. ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ണു കാണാത്തൊരു ഉമ്മയെ തേടിപ്പിടിച്ച് വർഷങ്ങളായി ആ ഉമ്മാക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ പണി ചെയ്തിട്ടുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതേ സംഭവം, ഇതുപോലത്തെ തന്നെ സമാനമായ സംഭവം. ആ ഉമ്മയോട് ചോദിച്ചുമ്മാ, ഈ ആരാണ് ചെയ്തു തരുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല മോനെ, എനിക്ക് അയാളുടെ പേരറിയില്ല. നോക്കണം, പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല അത് ചെയ്യുന്നത്. നോട്ടീസ് അടിച്ചിട്ട് ഇന്നാളത് ചെയ്തു, ഇതൊന്നുമല്ല ഉദ്ദേശം. ത്വൽഹ റളിയല്ലാഹു അൻഹു ആ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അചഅബ്തൽ ഖുലഫാഅ മിൻ ബഅദിക യാ ഉമർ. ഉമറേ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഭരണാധികാരികളെ മുഴുവനും നിങ്ങൾ തളർത്തിക്കളഞ്ഞല്ലോ. നിങ്ങൾക്ക് ശേഷം വരുന്ന ഭരണാധികാരികൾക്ക് ആർക്കും നിങ്ങളെപ്പോലെ ആവാൻ കഴിയില്ലല്ലോ ഉമറേ. അചഅബ്തൽ ഖുലഫാഅ മിൻ ബഅദിക യാ ഉമർ. ഉമറേ, ഇത് എത്ര വലിയ മാതൃകയാണ്. ഉമർ എന്നവർ ഇത് പറയുമ്പോൾ കേൾക്കാനില്ല. ഉമർ എന്നവർ ആ വീട്ടിൽ നിന്ന് സേവനം ചെയ്തു പോയിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ വിധവകളില്ലേ, വിവാഹം ചെയ്തേക്കാൻ പറ്റാത്ത എത്രയോ പെൺകുട്ടികളില്ലേ, യതീമുകളായ മക്കളില്ലേ, ദാരിദ്ര്യം കൊണ്ട് കുടുങ്ങിയവരില്ലേ, രോഗികളില്ലേ. അവരുടെയൊക്കെ ഒരു കണക്കെടുത്ത് നമുക്കവരെയൊക്കെ ഒന്ന് കൂട്ടമായി സഹായിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്ര വലിയ പ്രതിഫലമാകുമായിരുന്നു. നമ്മുടെ മഹല്ല് പള്ളി സംവിധാനങ്ങളൊക്കെയും ആ വഴിക്കൊരു വിശാലമായ കാഴ്ചപ്പാടിലൂടെ നീങ്ങേണ്ടതുണ്ട്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനൽപമായ ദീർഘദൃഷ്ടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മഹാനായ ഫാറൂഖ് തങ്ങളെ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഭരണാധികാരികളെ നിങ്ങൾ തളർത്തിക്കളഞ്ഞല്ലോ.
ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം നടത്തുന്ന ഒരു ഉമ്മയാണ് ഫാറൂഖ് തങ്ങളെ മദീനയുടെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഘം ആളുകളുടെ കൂടെ അങ്ങനെ പോകുമ്പോ ഒരു ഉമ്മ വരുന്നു. അത് മറ്റാരുമല്ല, മഹദിയായ ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു അൻഹയാണ്. സൂറത്തുൽ മുജാദലയിൽ പരാമർശിക്കപ്പെട്ട മഹദി ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു തആല അൻഹ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആളുകളുണ്ട്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആളുകളെ കൂട്ടി ഒരുമിച്ച് കൂടി നടക്കുന്നത് ഫാറൂഖ് എന്നവർക്ക് ഇഷ്ടമായിരുന്നില്ല. അത് വേറൊരു വല്ലാത്തൊരു നന്മയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കുറേ ആൾക്കാർ ഇങ്ങനെ ചുറ്റും കൂടി നടന്നപ്പോ ഉമർ തങ്ങൾ ചാട്ടവാറെടുത്തു. ആരാ പോകുന്നത്? സ്വഹാബികളിലെ ആലിം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കൂടെ കുറെ ഖാദിമീങ്ങൾ, കുറെ മുരീദന്മാരായിട്ട് പോവുകയാണ്. അതിൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ മനുഷ്യ ഹൃദയം അപകടമുള്ളതാണ്. ഒരു തോന്നൽ വരൂലേ, ഞാൻ തിരക്കേടില്ല, ഒരു തോന്നൽ വരില്ല. ഒരു ദർസുണ്ട്, ഒരു സ്ഥാനത്ത് 10 കുട്ടികളാ, വേറൊരു സ്ഥാനത്ത് 50 കുട്ടികളുണ്ട്, വേറൊരു സ്ഥാനത്ത് 100 കുട്ടികളുണ്ട്. ഈ എണ്ണം തികക്കുമ്പോഴേ അതിൻ്റെ ഒരു അപകടം ആ ഉസ്താദുമാരുടെ മനസ്സിൽ കിബിർ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുട്ടികൾ കുറയണമെന്നല്ല ഞാൻ പറയാം, കുട്ടികൾ കൂടിക്കോട്ടെ, പക്ഷേ ഖൽബ് സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് തോന്നിപ്പോകും. അള്ളാഹു കാക്കട്ടെ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചാട്ടവാറെടുത്തിട്ട് ഇബ്നു മസ്ഊദ് എന്നവരുടെ കൂടെയുള്ള ആളുകളോട്, പോ, നിങ്ങൾ എന്താണ് ഈ കൂടെ നടക്കുന്നത്? ഇബ്നു മസ്ഊദ്, എന്താ നിങ്ങൾ വിചാരിച്ചത്? ഈ കാണുന്ന കാഴ്ചണ്ടല്ലോ, ഇത് ഫിത്നത്തുൽ ലിൽ മത്ബൂഅ് വദില്ലത്തുൽ ലിത്താബിഅ്. ഇബ്നു മസ്ഊദേ, ഇത് നിങ്ങൾക്ക് ഫിത്നയാണ്. നിങ്ങൾക്ക് തോന്നിപ്പോകും, ഞാൻ തിരക്കേടില്ലല്ലോ, കുറെ ആൾക്കാരൊപ്പം കൂടുമ്പോ. കൂടെ നടക്കുന്ന ആളുകൾക്ക് നിന്ദതയല്ലേ, അവരൊക്കെ നിങ്ങളെക്കാളും താഴെയും നിങ്ങളൊക്കെ ഒരു മുന്തിയ ആളും എന്ന് തോന്നിപ്പോകില്ലേ എന്ന് പറഞ്ഞ ആളുകളെ ആട്ടിയോടിച്ചിട്ടുണ്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ഉമർ തങ്ങളുടെ വലിയ വലിയ വീക്ഷണമാണ്. ഉമർ തങ്ങളുടെ ജീവിതം മാസങ്ങളോളം ചർച്ച ചെയ്താലും അവസാനിക്കാൻ കഴിയില്ല. അത്രയും മനോഹരമായ ചിന്തകൾ. അതുകൊണ്ടാണ് മുഅല്ലമുൻ മുഹദ്ദസുമാണ് ഫാറൂഖ് തങ്ങൾ എന്ന് പറയാൻ കാരണം. ഈ നാമം ചരിത്രത്തിന് മറക്കാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബികളുടെ കൂടെ അങ്ങനെ നടക്കുമ്പോ ഒരു ഉമ്മ ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു അൻഹ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ, ഇങ്ങോട്ട് വരീൻ. ഉമർ എന്നവർ ചെന്നു. ഒരു പ്രായമായ ഉമ്മയെ വിളിക്കുന്നത് അരികത്തേക്ക് ചെന്നു. ഉമർ എന്നവരിപ്പോ 22 രാജ്യങ്ങളുടെ നേതാവാണ്. ആ ഉമ്മ പറയുന്നു, ഉമറേ, യാ ഉമറു കുന്നാ നുസമ്മീക ഫിൽ ജാഹിലിയ്യതി ഉമൈറാ. ഉമറേ, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് നീയൊക്കെ കുട്ടിയായി നടക്കുന്ന കാലത്ത് നിങ്ങളെ ഞാൻ ഉമൈർ എന്നാണ് ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത്. കുഞ്ഞു ഉമറേ. അബ്ദുള്ളനെ കുഞ്ഞബ്ദുള്ള എന്ന് വിളിക്കൂലേ? അതാണ് ഉബൈദുള്ള. അബ്ദുള്ളയെ ഉബൈദുള്ള എന്നാക്കിയാൽ കുഞ്ഞബ്ദുള്ളാന്റെ അർത്ഥം. ഉബൈദുള്ള എന്ന് പറഞ്ഞാൽ കുഞ്ഞബ്ദുള്ള എന്നാണ്. അംറിനെ ഉമറിനെ ഉമൈർ എന്ന് വിളിച്ചാൽ കുഞ്ഞു ഉമർ, അങ്ങനെ അർത്ഥം. ഹസൻ, കുഞ്ഞു ഹസൻ, അതാണ് ഹുസൈൻ. കുഞ്ഞു സഹല്, അതാണ് സുഹൈൽ. മനസ്സിലായല്ലോ? ഉമറേ, നിങ്ങളെ ഞങ്ങൾ ജാഹിലിയ്യ കാലത്ത് ഉമൈർ എന്നാണ് വിളിച്ചിരുന്നത്. വഹിയൽ ആൻ, മഹദിയായ ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു തആല അൻഹ ആരോടാണ് ഈ പറയുന്നതെന്നറിയുമോ? ലോകം മുഴുവൻ പേര് കേട്ടാൽ വിറച്ചു പോകുന്ന ഫാറൂഖ് തങ്ങളോട്. യാ ഉമറു കുന്നാ നുസമ്മീക ഫിൽ ജാഹിലിയ്യതി ഉമൈറാ ثم دعوناك عمر. പിന്നെ ഉമറേ, നിങ്ങൾ ഉമറായിട്ട് മാറി. ആദ്യം കുഞ്ഞുമറാണ്, ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയല്ലേ. അത് കഴിഞ്ഞ് നിങ്ങൾ ഉമറായിട്ട് മാറി. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഉമർ എന്നവർക്ക് 26-27 വയസ്സല്ലേ ഉള്ളൂ. 20കാരനാണ് ഉമർ എന്നവരെ. പിന്നെ ഞങ്ങൾ നിങ്ങളെ ഉമർ എന്ന് വിളിച്ചു. ثم سميناك أمير المؤمنين. ഇന്ന് ഞാനടക്കമുള്ള ഉമ്മമാർ ഉമൈർ എന്ന് നിങ്ങളെ വിളിച്ചിരുന്ന ഉമറേ, നിങ്ങളെ ഞങ്ങൾ ഇപ്പൊ അമീറുൽ മുഅ്മിനീൻ ഉമർ എന്നാണ് വിളിക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ.
ഒരുപാട് നേരം ഇങ്ങനെ പറഞ്ഞു, വർത്തമാനം പറഞ്ഞു. ഖൗല ബീവി റളിയല്ലാഹു അൻഹ വഴിയിൽ വെച്ചിട്ട്, നല്ല പ്രായമുള്ള ഉമ്മയാണ്, സ്വഹാബിയത്താണ്. കുറേ നേരം വർത്തമാനം പറഞ്ഞപ്പോ സ്വഹാബികൾ പറഞ്ഞു, ഔഖഫത്ക ഫിശ്ശംസി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനേ, ആ വെയിലത്ത് ആ ഉമ്മ നിങ്ങളെ ഒരുപാട് നേരം നിർത്തിയല്ലേ. ഒരു വെയിലത്ത് നിന്ന് മാറിയിട്ട് ഒരു തണലിൽ വന്ന് സംസാരിക്കാമായിരുന്നു, കുറെ നേരം ആ വെയിലത്ത് നിങ്ങളെ നിർത്തിയല്ലേ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി നോക്കണം. ഈ ഉമ്മത്തിൽ ഓരോരുത്തരും വിലമതിക്കുന്നവരാണ്, ഓരോ മനുഷ്യനും വിലയുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സഹോദരിമാരുടെ വിഷയങ്ങളിൽ അവർക്ക് പരിരക്ഷ വേണം, അവർക്ക് സുരക്ഷ വേണം, അവരുടെ അഭിമാനം സംരക്ഷിക്കപ്പെടണം. كيف لا أسمع لها وقد سمع الله لها من فوق 7 سماوات. ഖൗലാ ബീവി പറയുന്നത്, ഈ ഉമർ എങ്ങനെ കേൾക്കാതിരിക്കും? 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ഖൗലാ ബീവിയുടെ വർത്തമാനം അല്ലാഹു കേട്ടിട്ടുണ്ടല്ലോ. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله. സൂറത്തുൽ മുജാദല. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോട് ഭർത്താവിനെ കുറിച്ച് പരാതി പറയുന്ന ആ പെണ്ണിന്റെ വർത്തമാനം അല്ലാഹു കേട്ടിരിക്കുന്നു നബിയേ. ഈ സംഭവത്തിൽ ഒരു അത്ഭുതമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്ന് ഖൗലാ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവ് അവരെ ജാഹിലിയ വാക്കുകൾ ഉപയോഗിച്ച് മൊഴി ചൊല്ലിയ കഥ പറയാണ്. അതിന്റെ മസ്അല പഠിക്കുകയാണ്. ത്വലാഖ് ചൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന് പഠിക്കുകയാണ്. അൻസി അലയ്യ കദുഹരി ഉമ്മി എന്ന ളിഹാർ ചെയ്തു കഴിഞ്ഞ സമയത്താണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ വീട് ഒരു റൂമായിരുന്നു, ഒറ്റ റൂം. ആ റൂമിന്റെ നടുവിൽ ഒരു കർട്ടൻ ഉണ്ട്. അതിഥികൾ വന്നാൽ ആ കർട്ടൻ വലിക്കും. ഇപ്പുറത്ത് അടുക്കളയാണ്, ഇപ്പുറത്ത് ബെഡ്റൂമാണ്. ഈ കർട്ടന്റെ ഇപ്പുറത്ത് ഓഫീസ് റൂമായിരിക്കും. അപ്പോ അതിഥികൾക്ക് വന്നിരിക്കാനുള്ളത് ഒറ്റ റൂമേ ഉള്ള ഒരു കർട്ടൻ വലിക്കും. അന്ന് ഖൗല ബീവി റളിയല്ലാഹു അൻഹ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ആ കർട്ടൻ വലിച്ചു കൊടുത്തു. ഹബീബായ നബി തങ്ങളോട് ഒരു മസ്അല ചോദിക്കാൻ വന്നിരിക്കുകയാണ് ഉമ്മയായ ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു അൻഹ. അവർ നബിയോട് പരാതി പറയുന്നു, ഭർത്താവ് മൊഴി ചൊല്ലിയ കഥ പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആ കർട്ടന്റെ ഇപ്പുറത്തിരിക്കുന്ന ഞാൻ ഖൗല ബീവി പറയുന്ന കഥ കേട്ടിട്ടില്ല. നോക്കണം, ഖൗല ബീവി നബിയോട് സംസാരിക്കുന്നു, അത് ഞാൻ കേട്ടിട്ടില്ല. അവർ അത്രയും പതുക്കെയാണ് സംസാരിച്ചത്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാന മൻ വസിഅ സംഉഹു കുല്ല ശൈ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുർആനിലെ സൂറത്തുൽ മുജാദിലയിലെ ആദ്യത്തെ ആയത്ത് ഇറങ്ങുന്നു. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. قد سمع എന്നുള്ള പറയാറില്ലേ സൂറത്ത് മുജാദല. قد سمع الله, അല്ലാഹു കേട്ടിട്ടുണ്ട് നബിയേ, ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, സ്വന്തം ഭർത്താവിന്റെ വിഷയത്തിൽ പരാതിയുമായി പറയാൻ വന്ന വതഷ്തകീ ഇലല്ലാഹ്, അല്ലാഹുവിനോട് ശിക്വ പറയുന്ന ഖൗലാ ബീവിയുടെ വാക്കുകൾ അല്ലാഹു കേട്ടിട്ടുണ്ട് നബിയേ. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം സംഭാഷണം നടത്തുന്നത് അല്ലാഹു കേട്ടു നബിയേ. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയി, സുബ്ഹാന മൻ വസിഅ സംഉ കുല്ല ശൈ. പടച്ചവനെ, നിന്റെ കേൾവി എല്ലാറ്റിനും അതീതമാണല്ലോ. കുന്തു ഫീ തറഫിൽ ബൈതി ലാ അസ്മഉ കലാമഹാ, ആ വീടിന്റെ ഒരു മൂലയിൽ ഞാനുണ്ട്, ഞാൻ കേട്ടിട്ടില്ല ബീവി പറയുന്നത്. ഖൗലാ ബീവിയുടെ കഥ ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ അല്ലാഹു കേട്ടു. ഫഅൻസലല്ലാഹു അസ്സ വജല്ല, എന്നിട്ട് അല്ലാഹു ആയത്തിറക്കിയില്ലേ, ഖദ് സമിഅ അല്ലാഹ്
അതുകൊണ്ട് ഉമർ എന്നവർ പറയുന്നു, ആ വെയിലത്ത് ഒരുപാട് നേരം എന്നോട് കുശലാന്വേഷണങ്ങൾ പറഞ്ഞ് എന്റെ ചെറുപ്പകാലത്ത് എന്റെ വിളിപ്പേരും എന്റെ വലുതായപ്പോഴുള്ള പേരും ഇപ്പോഴത്തെ പേരും പറഞ്ഞ് ഒരുപാട് ചരിത്രം പറഞ്ഞ ഖൗലാ ബീവിയുടെ വർത്തമാനം ഈ ഉമർ എങ്ങനെയാണ് കേൾക്കാതിരിക്കുന്നത്? വെയിലെങ്കിലെന്താ, മഴയെങ്കിലെന്താ, ആ മഹദിയുടെ വാക്കുകൾ അള്ളാഹു കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഉമർ എങ്ങനെ കേൾക്കാണ്ടിരിക്കണം? അതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നുകൊടുത്തതാണെന്ന് പറഞ്ഞ ഏറ്റവും ഏറ്റവും മനോഹരമായ എളിമയുടെ താഴ്മയുടെ പര്യായമായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ തന്റെ പ്രജകളിലെ 22 രാഷ്ട്രങ്ങളിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളിൽ ഒരു പെണ്ണാണ് ഇവര്, ഒരു മഹദിയാണ്. ആ മഹദിയുടെ വർത്തമാനം കേട്ടു നിൽക്കാൻ ഉമർ എന്നവർക്ക് സമയമുണ്ടായിട്ടല്ല. പക്ഷേ അത് കേൾക്കാതെ ഉമർ എന്നവർ പിന്തിരിഞ്ഞു പോയാൽ ഖൗലാ ബീവിയുടെ മനസ്സിന് വേദന വരുമല്ലോ. അതുകൊണ്ട് അത് കേട്ടിരുന്നു കൊടുത്ത മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറേ قد أتعبت الخلفاء من بعدك يا عمر. ഉമറേ, നിങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാ ഭരണാധികാരികളെയും ഉമറേ നിങ്ങൾ തളർത്തിക്കളഞ്ഞല്ലോ, നിങ്ങളെപ്പോലെ ആവാൻ ആരെ കൊണ്ടും കഴിയില്ലല്ലോ എന്ന് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളെ കുറിച്ച് പറഞ്ഞത് എത്ര സത്യമാണ്. സ്വഹാബികളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത കൂട്ടുകാരാണ് ഏറ്റവും വലിയ അത്ഭുതം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭരണാധികാരിയാകുമ്പോൾ മന്ത്രിമാര് വേണം അല്ലേ? രാജാവിന് മന്ത്രിമാര് വേണം, ഭരണാധികാരിക്ക് കൂടെ പ്രവർത്തിക്കാൻ ആളുകൾ വേണം. ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത് മുഴുവൻ സ്വഹാബികളിലെ ഏറ്റവും തഖ്വയുള്ള ആളുകളെ. എത്രയോ നേതാക്കന്മാർ കൂടെയുള്ള ആളുകളെ കൊണ്ടാ വഴിതെറ്റുന്നത്. അങ്ങനെയാണ്, അവരാ വഴിവഴപ്പിക്കുക, അവരാണ് അനാവശ്യമായ പ്രസ്താവനകൾ വിടാൻ വേണ്ടി പറയാ. ഫാറൂഖ് തങ്ങൾ ആരെയാണ് കൂട്ടുകാരായി സ്വീകരിച്ചതെന്നറിയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇത് സ്വഹാബികളിലെ കോർ ഗ്രൂപ്പുകളാണ്. ഉമർ തങ്ങൾ പറയാറുണ്ട്, ഒരു ഖലീഫക്കെങ്ങാനും ശേഷം വരാൻ പോകുന്ന ആളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ, അങ്ങനെ നോമിനേഷൻ ഇല്ല ഇസ്ലാമിൽ, മൊണാർക്കിയില്ല, രാജഭരണമില്ല, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ. പക്ഷേ ഉമർ തങ്ങൾ ആഗ്രഹം പറഞ്ഞു, എനിക്കെങ്ങാനും ഒരു നേതാവിനെ, എനിക്ക് ശേഷം ഒരു ഭരണാധികാരിയെ നോമിനേറ്റ് ചെയ്യാൻ അവസരമുണ്ടാകുമായിരുന്നുവെങ്കിൽ ചെറുപ്പക്കാരനായ മുആദ് ഇബ്നു ജബലിനെ ഞാൻ എന്റെ പിൻഗാമിയായി നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ അള്ളാഹു എന്നോട് നാളെ ചോദിക്കുന്നു എന്നിരിക്കട്ടെ, ഉമറേ എന്തിനാണ് മുആദ് ഇബ്നു ജബലിനെ നിങ്ങൾ തെരഞ്ഞെടുത്തത് എന്ന് അള്ളാഹു എന്നോട് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് പറയും, ഇന്ന റസൂലക ഖാൽ, അല്ലാഹുവേ നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മുആദ് ഇബ്നു ജബലിൻ യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ, എല്ലാ ആലിമീങ്ങളും സ്വർഗ്ഗത്തിൽ കടക്കുന്നതിന്റെ മുമ്പ് സയ്യിദുൽ ഉലമായി വസാബിഖുഹും ഇലൽ ജന്ന, ആലിമീങ്ങൾക്ക് മുമ്പ് ആലിമീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കാൻ വരുന്ന മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരുടെ നേതാവാണ്, ആലിമീങ്ങളുടെ നേതാവാണ്. ആലിമീങ്ങളുടെ നേതാവ് മുആദ് ഇബ്നു ജബൽ തങ്ങളാണ്. 34 വയസ്സിലാണ് വഫാത്താകുന്നത്. 100 വയസ്സുള്ള ആലിമും ഈ സ്വഹാബിയുടെ പിന്നിലായിരിക്കും സ്വർഗ്ഗത്തിൽ വരുമ്പോൾ. സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുമ്പോൾ ആലിമീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കാൻ വരുന്ന ആലിമീങ്ങളുടെ ആലിമാണ് മുആദ് ഇബ്നു ജബൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിന്റെ നേതൃത്വം ഒരു ആലിമിന്റെ കയ്യിലാവണം, ഒരു ആലിമിന്റെ കയ്യിലാവണം. റബ്ബാനിയായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഉഖറവിയായ ഒരു ആലിമിന്റെ കൈകളിൽ ഈ നാടിനെ ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മഹാത്ഭുതമാണ് ഫാറൂഖ് എന്നവര്. സ്വഹാബികളോടൊരിക്കൽ എല്ലാവരും പള്ളിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. സ്വഹാബിമാര് മുഴുവൻ വന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, തമന്നൗ, നിങ്ങളൊക്കെ ഒന്ന് ആഗ്രഹിക്കൂ, എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത്? ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞു. ഓരോരുത്തരും ആഗ്രഹം പറയണം. സ്വഹാബികളൊക്കെ ഇരുന്ന് എന്താ ആഗ്രഹം, എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ആഗ്രഹിച്ചോളൂ. എന്താ ഉത്തരം പറയാ? ഉമർ തങ്ങൾ പറഞ്ഞു, ഉത്തരം പറയൂ.
ഒരാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ അർജു അൻ യകൂന ലീ മിൽഉ ഹാദിഹിൽ ഗുർഫതി ദഹബാ ഫഉൻഫിഖഹു ഫീ സബീലില്ലാഹ്. ഉമറേ, അമീറുൽ മുഅ്മിനീനെ, ഈ റൂം നിറയെ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാവുകയും അത് മുഴുവൻ അല്ലാഹുവിന്റെ വഴിയിലേക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുകയും ചെയ്തിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം അതാ. ഒരാൾ അപ്പടുത്ത ആൾക്ക് പെട്ടെന്ന് കിട്ടി. ഉമറേ, ഞങ്ങൾ കൊതിച്ചു പോകുന്നു, ഈ റൂം നിറയെ അടിമകൾ, ആ അടിമകളെ ഓരോരുത്തരെ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മോചിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അങ്ങനെ ഓരോരുത്തരും സ്വതക്കയെ, ദാനധർമ്മത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല. എന്റെ ആഗ്രഹം അർജു, ഞാൻ കൊതിക്കുകയാണ്, അൻ യകൂന ലീ മിൽഉ ഹാദിഹിൽ ഗുർഫ, ഈ റൂം നിറയെ അംസാലു അബി ഉബൈദ വസാലിം മൗലാ ഹുദൈഫ വമുആദ് ബിൻ ജബൽ, മുആദ് ബിൻ ജബലിനെ പോലെ, സാലിം മൗലാ അബൂ ഹുദൈഫ തങ്ങളെ പോലെ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെ പ്രഗൽഭരായ, യോഗ്യരായ, ചുറുചുറുക്കുള്ള സ്വഹാബിമാരെ കിട്ടിയിരുന്നെങ്കിൽ ഫഅസ്തഅമിലഹും ഫീ ത്വഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് നല്ല നല്ല പ്രവർത്തകന്മാർ ലഭിച്ചെങ്കിലെന്നാണ് എന്റെ ആഗ്രഹം എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നോക്കണം, മെറ്റീരിയൽസിലേക്കല്ല ഉമർ എന്നവരുടെ കണ്ണുപോകുന്നത്. ഉമർ തങ്ങൾ നോക്കുന്നത് പൈസയിലേക്കല്ല, വ്യക്തിയിലേക്ക്. നല്ല പ്രവർത്തകന്മാര് വേണം, നല്ല പ്രവർത്തകര് വേണം, നല്ല ദീനിന്റെ ഖാദിമീങ്ങൾ വേണം. അംസാലി അബി ഉബൈദ, അബൂ ഉബൈദ തങ്ങളെ പോലെയുള്ളവർ. മൗലാ സാലിം മൗലാ ഹുദൈഫ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ സാലിം തങ്ങളെ പോലെ, മുആദ് ഇബ്നു ജബൽ എന്ന ആലിമിനെ പോലെ, ഇതുപോലെയുള്ള ആളുകളുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ രാജ്യത്തിന്റെയും നാടിന്റെയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്താൽ ഈ നാടെത്ര സുന്ദരമാകും. എന്റെ ആഗ്രഹം അതാണെന്ന് വിചിത്രമായൊരു ചോദ്യം ചോദിച്ച് വിചിത്രമായൊരു മറുപടി പറഞ്ഞ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിന് മറക്കാൻ കഴിയുമോ ഈ മഹാനുഭാവനെ? ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ. സജ്ജനങ്ങളെ കൂട്ടുപിടിച്ച മഹാൻ, സജ്ജനങ്ങളുടെ കൂടെ നടന്ന മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ. ആ ഉമർ തങ്ങളുടെ പിൻഗാമിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അമവി ഭരണാധികാരിയായിരുന്ന മഹാൻ. ആ മഹാന്റെ ഉമ്മ ആരാണെന്നറിയോ? ഉമ്മയല്ല, ഉമ്മയുടെ ഉമ്മ. ആ മഹാന്റെ ഉമ്മയുടെ ഉമ്മ അന്നൊരിക്കൽ ഉമർ എന്നവർ രാത്രി റോന്തു ചുറ്റുമ്പോൾ സുബഹി നേരത്ത് പാലിൽ വെള്ളം ചേർക്കാൻ ഒരു ഉമ്മ മോളോട് പറഞ്ഞ ചരിത്രമുണ്ടല്ലോ, അല്ലേ? മോളെ, പാലിൽ വെള്ളം ചേർക്ക്. മോൾ എന്ത് പറഞ്ഞു? ഉമ്മ, ഉമർ എന്നവർ പറഞ്ഞിട്ടില്ലേ ചെയ്യരുതെന്ന്? മോളെ, ഉമർ എന്നവർ എവിടെ കാണാനാ ഈ നേരത്തെ? ഉമർ എന്നവർ കേൾക്കുന്നുണ്ട്. ആ നേരത്ത് മോള് മറുപടി പറഞ്ഞല്ലോ, ഉമ്മ, ഉമർ എന്നവർ കണ്ടില്ലെങ്കിൽ എന്താ, ഉമർ എന്നവരുടെ റബ്ബ്, നമ്മുടെ റബ്ബ് ഇത് കാണുന്നുണ്ടല്ലോ. ആ പറഞ്ഞ പെൺകുട്ടിയെ സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊടുത്ത മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മോളിന്റെ രണ്ടാം തലമുറയിൽ ജനിച്ച ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സ്വന്തം മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ ഗൾഫിൽ എന്താണ് ജോലി, എത്രയാണ് വരുമാനം, അല്ലെ? ഒരു വർഷത്തിലെ ഇൻകം എത്രയാണ്, വരുമാനം എത്രയാണ്, ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ ദീൻ എത്രയുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം എത്രയുണ്ട്, ദീനിയായ സുഹൃത്തുക്കൾ എത്രയുണ്ട്, അള്ളാഹുലേക്ക് വഴി നടത്തുന്ന കൂട്ടുകാർ എത്ര പേരുണ്ട്, എത്ര ദീൻ പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രം ചോദിക്കാതെ ദുനിയാവിന്റെ വിഷയങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ ചോദിച്ചറിയാറുണ്ട്. അറിയണേ, ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മോന് കല്യാണം ആലോചിച്ചത് ഉമ്മാ പാലിൽ വെള്ളം ചേർക്കുമ്പോ അള്ളാഹു കാണുന്നില്ലേ, ഉമർ എന്നവർ കാണുന്നില്ലെങ്കിലും എന്ന് മറുപടി പറഞ്ഞ മോളെയാണ് മഹാനായ ഫാറൂഖ് എന്നവർ തന്റെ വീട്ടിലെ പുതുവെണ്ണായി തന്റെ മോന് മണവാട്ടിയായി തെരഞ്ഞെടുത്തത് എന്നുകൂടെ ഈ സംഭവത്തോട് ചേർത്ത് വായിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. നമ്മുടെ യുവാക്കൾ, യുവതികൾ, പെൺകുട്ടികളും വിദ്യാർത്ഥിനികള് അവരുടെ ഖൽബുകളിലേക്ക് ഫാറൂഖ് തങ്ങളുടെ ചരിത്രം